കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്ത്യ ജീവിതത്തിന്റെ ചില അച്ചടക്ക മേഖലകളെ കൂടാണ് നാം പറഞ്ഞത്. റോമാലേഖനം 12-ാം അധ്യായം നാം വിശദമായിട്ട് പഠിച്ചപ്പോൾ ക്രിസ്ത്യ ജീവിതത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു യാഗമാണ്, ജീവനുള്ള ഒരു യാഗമാണ്. വിജയകരമായി ഒരു യാഗം നിവർത്തിക്കണമെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു യാഗമായി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് തീർക്കണമെങ്കിൽ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന അച്ചടക്കം നമുക്ക് ആവശ്യമാണ്. അതേക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരി, നമുക്ക് 6-ാമത്തെ മേഖലയിലേക്ക് വരാം. ദി ഡിസിപ്ലിൻ ഓഫ് അവർ തിങ്കിങ്. നമ്മുടെ ചിന്തകളുടെ മേഖല. ഞാൻ വിചാരിക്കുന്നു ദൈവത്തിന്റെ സൃഷ്ടിയിൽ മനുഷ്യനും ദൂതന്മാരും മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ദൂതന്മാരെക്കാൾ കൂടുതൽ ചിന്തിക്കുന്ന മനുഷ്യരാണെന്നാണ് തോന്നുന്നത്. ദൂതന്മാർക്ക് കാര്യങ്ങളൊക്കെ റൂട്ടിൽ ചെന്നാൽ മതി, പിന്നെ നാം വരുത്തി വയ്ക്കുന്നതായിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളെ പരിഹാരത്തിന് വേണ്ടി അവരെ പരിശ്രമിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ നമ്മെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമ്മുടെ ജീവിതം ഓരോ ദിവസവും 100 ചിന്തകളെ ആധാരമാക്കിയാണ് പോകുന്നത്. ചിന്തകൾ 2-3 തരത്തിലുണ്ട്, നമുക്കറിയാം. ക്രിയാത്മകമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. ലോജിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ കാര്യകാരണ സഹിതം ചിന്തിക്കുന്നവർ. ഇപ്പോൾ ഈ മൈക്ക് പെട്ടെന്ന് കേടായി പോയാൽ എന്തുകൊണ്ട് കേടായി എന്ന് പലതരം ചിന്തിക്കാം. ചിലവരെ തല്ലിപ്പൊളി മൈക്കുണ്ട്, എടുത്തിട്ട് കള. അപ്പോൾ അതൊരു ലോജിക്കൽ തിങ്കിങ് അല്ല. കാരണം നല്ല മൈക്കുകളും കേടാവും. എത്ര വില കയറി വാങ്ങിച്ചാലും അതിലും കേടുവരാം. ഇതൊരു തല്ലിപ്പൊളി മൈക്കായതുകൊണ്ടല്ല കേടായി പോയത്. അപ്പൊ പിന്നെ എന്താണ് ഇതിന് കേട് വന്നത് എന്നുള്ളത് കാര്യകാരണ സഹിതം ചിന്തിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഇലക്ട്രിക് അതിന്റെ സർക്കുലേഷൻ കറണ്ട് എവിടെയോ കട്ടായി പോകുന്നുണ്ട്, വയർ എവിടെയോ മുറിഞ്ഞു കിടപ്പുണ്ട്, അല്ലെ പ്ലഗ്സ് സോക്കറ്റിൽ ശരിക്കല്ല, എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാകാം. അതായി കാര്യകാരണ ചിന്ത എന്ന് പറയും. വേറെ ചിലര് ചിന്തിക്കുന്ന അങ്ങനെയല്ല, വൈകാരിക തലത്തിൽ മാത്രമാണ് ചിന്ത. എന്ത് പ്രശ്നം ജീവിതത്തിൽ വന്നാലും അതിനെ വൈകാരികമായിട്ട് എടുക്കും. രോഗം വന്ന ദൈവം എന്നെ സ്നേഹിക്കാത്തതുകൊണ്ട് ദൈവത്തിന് എല്ലാവരും സ്നേഹം, എന്നോട് മാത്രം സ്നേഹമല്ല, ഞങ്ങളുടെ പിള്ളേർക്ക് എപ്പോഴും രോഗം വരില്ല. അതൊരു വൈകാരിക ചിന്തയാണ്. അല്ലെങ്കിൽ നമ്മൾ മാത്രം പരീക്ഷ തോറ്റാൽ അത് അവന്മാരെന്നെ തോൽപ്പിച്ചതാ, എന്നെ തോക്കാൻ ഒരു കാര്യവുമില്ല. നമ്മൾ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. വൈകാരിക തലത്തിലാണ്. വികാരം തെറ്റാണെന്നല്ല, എന്നാൽ വികാരമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നതെങ്കിൽ മിക്കവാറും തെറ്റിപ്പോവാനാണ് സാധ്യത. പിന്നെ ഒത്തിരി ആളുകള് ഡേ ഡ്രീമിങ് എന്ന് പറയും. അങ്ങനെ ഒരുപാട് ഫാന്റസൈസിങ് തോട്ട്സ് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. എപ്പോഴും ഫാന്റസൈസിങ്, എന്തെങ്കിലും ഒരു ദോഷം വരും, അല്ലെങ്കിൽ അങ്ങനെ ഓരോന്ന്. ചിലര് ഒരുപാട് നോബൽ പ്രൈസ് വാങ്ങിയവരുണ്ട് ഫാന്റസൈസിങ് തോട്ട്സിൽ. ഒരുപാട് പ്രാവശ്യം ചന്ദ്രനിൽ പോയിട്ട് വന്നവരുണ്ട്. പിന്നെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കും. അതെ, ചിലപ്പോൾ ഒരുപാട് കൊലപാതകങ്ങൾ നടത്തിയവരുണ്ട്, തട്ടുകളി, അതൊക്കെ സീനൊക്കെ വരും. നമ്മളിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഒരു നിമിഷം കൊണ്ട് നമ്മൾ വലിയ കോടീശ്വരന്മാരാകുമ്പോൾ കണ്ണു തുറക്കുമ്പോൾ നമ്മൾ പിന്നെ പാപ്പര് തന്നെയാണ്. അങ്ങനെയുള്ള ഫാന്റസൈസിങ് തോട്ട്സ് ഒക്കെ ഉണ്ട്. എന്നാൽ അത് ലോജിക്കൽ തിങ്കിങ് ആണ്, കാര്യകാരണ സഹിതമുള്ള ചിന്തയാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ നമ്മളെ തന്നെ ഡിസിപ്ലിൻ ചെയ്യണം ഈ തിങ്കിങ്. നമ്മുടെ ഫീലിങ്സിനും വൊളീഷനും, നമ്മുടെ വൈകാരിക തലത്തിനും ഇച്ഛാതലത്തിനും നമ്മുടെ തിങ്കിങ്ങിനെ രൂപപ്പെടുത്തുന്നതിൽ പ്രഥമ സ്ഥാനം നൽകാൻ പാടില്ല. ലോജിക്കൽ തിങ്കിങ്, നമ്മുടെ തിങ്കിങ് ഫാക്കൽറ്റിക്ക് പ്രഥമ സ്ഥാനം നൽകാൻ. അപ്പം അങ്ങനെ നാം നമ്മുടെ മനസ്സുകളെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കണം. ചെറുപ്പം മുതൽ കുഞ്ഞുങ്ങളെ അങ്ങനെ ട്രെയിൻ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ നിലയിൽ ചിന്തിച്ച കാര്യങ്ങളെ കണ്ടെത്താനായിട്ട് കഴിയും. ലോകത്തിലുള്ള വലിയ ശാസ്ത്രജ്ഞന്മാരെല്ലാം അങ്ങനെ ചിന്തിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെ ചിന്തിച്ച് വരുന്നതെല്ലാം നന്മയാകണമെന്നില്ല. ഇപ്പോ AK-47 കണ്ടെത്തിയത് റഷ്യൻ ശാസ്ത്രജ്ഞനാണ്. എന്തോരം ആളുകളെ അതുകൊണ്ട് നിയമാനുസരണം അല്ലാത്തതായിരിക്കും ദിവസത്തിൽ വെടിവെച്ച് കൊല്ലുന്നു. അതുപോലെ ന്യൂക്ലിയർ ബോംബ്സ് ആൽഫ്രഡ് നോബൽ അദ്ദേഹം എന്താ കണ്ടുപിടിച്ചത്? TNT. അതുകൊണ്ട് എന്തോരം ബോംബുകളാണ് ഉണ്ടാക്കി, എന്തോരം ആളുകളെയാണ് കൊന്നു തീർത്തത്. അപ്പോൾ അവരൊക്കെ ലോജിക്കലി തിങ്കിങ് ചെയ്യുന്ന ആളുകളാണ്, സയന്റിഫിക്കലി തിങ്ക് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ അവരുടെ തിങ്കിങ് മനുഷ്യരാശിയുടെ നന്മയേക്കാൾ കൂടുതൽ തിന്മയ്ക്കാണ് പലപ്പോഴും കാരണമായി തീർന്നത്.
എന്നാൽ അതേസമയം തന്നെ നമുക്കറിയാം മാരകമായിരിക്കുന്ന എപ്പിഡമിക്സ് രോഗങ്ങൾക്കൊക്കെ പരിഹാരമായി സ്മോൾ പോക്സിനും കോളറയ്ക്കും യെല്ലോ ഫീവറിനും ഒക്കെ പരിഹാരമായി വാക്സിനേഷൻസ് ഒക്കെ കണ്ടുപിടിച്ചതായിരിക്കുന്ന ആളുകൾ ലോകത്തിന് എന്തോരം ക്രിയാത്മകമായിരിക്കുന്ന നന്മകളാണ് ചെയ്തത്. വിശ്വാസികൾക്കും അങ്ങനെ തന്നെ നമ്മുടെ തിങ്കിങ്ങിനെ, നമ്മുടെ ചിന്തകളെ നന്നായി ട്രെയിൻ ചെയ്യിച്ചാൽ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മനസ്സലിവിൻ്റെയും കരുണയുടെയും സമഭാവനയുടെയും ക്ഷമയുടെയും ആശ്വാസം പകർന്നു നൽകുന്നതിൻ്റെയും മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നതിൻ്റെയും ചിന്തകൾ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഇപ്പോഴും അതേക്കുറിച്ചൊക്കെ ചിന്തിക്കാം. എനിക്ക് മറ്റുള്ളവരെ എങ്ങനെ ഉത്സാഹിപ്പിക്കാൻ കഴിയും, മറ്റുള്ളവരെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും, മറ്റുള്ളവരെ എങ്ങനെ ആശ്വസിപ്പിക്കാൻ കഴിയും, മറ്റുള്ളവർക്ക് നന്മ വരുന്ന കാര്യങ്ങൾ എനിക്കെങ്ങനെ ചിന്തിക്കാൻ കഴിയും, അങ്ങനെ ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ച് ഓരോരോ വഴികൾ കണ്ടുപിടിച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. മദർ തെരേസ ഉദാഹരണമായിട്ട് എടുത്താൽ, അതുപോലെ മഹതിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്ന ഡോണാവർ, എന്താ അവരുടെ പേര്, മീകാർമൈക്ക്, എന്തോരം ആളുകൾക്ക് നന്മ ചെയ്ത ഒരാളാണ്. ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ തന്നെ അന്ധകാര ഭൂഖണ്ഡത്തെ പ്രകാശമയമായ ഭൂഖണ്ഡമാക്കി മാറ്റി. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ക്രിയാത്മകമായി ചിന്തിക്കുന്നവർ. വില്യം കയറി വന്നു, ഇന്ത്യക്ക് എന്തോരം നന്മയാണ് ചെയ്തത്. സുവിശേഷ സംബന്ധമായി മാത്രമല്ല, ബംഗാളി ഭാഷ തുടങ്ങിയുള്ള ഭാഷകളുടെ എല്ലാം ഗ്രാമർ ഉണ്ടാക്കി, അതിലൊക്കെ ബൈബിളും മറ്റു പുസ്തകങ്ങളും ഉണ്ടാക്കി. എന്തോരം നന്മകളാണ് ചെയ്തത് ലോകത്തിന് തന്നെ. ഇവിടെ ഒരു മിഷണറി ആയിട്ട് വന്നതായിരിക്കുന്ന അദ്ദേഹത്തെ ബ്രിട്ടീഷ് സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥന്മാരെ ട്രെയിൻ ചെയ്യിക്കുന്ന ജോലിക്കായിട്ട് അദ്ദേഹത്തെ നിയമിച്ചു. അതുപോലെയാണ് ഒരുപാട് ആളുകൾ, വലിയ വലിയ നല്ല ചിന്തകന്മാരായ ആളുകളാണ്. നമ്മളങ്ങനെ ചിന്തിക്കണം. അതേസമയം വേറെ ചില ആളുകൾ ഇങ്ങനെ രാവിലെ തുടങ്ങി ചിന്തിക്കുന്ന നിഷേധാത്മകമായ ചിന്തകളാണ്, വഴക്കുണ്ടാക്കാനുള്ള വഴികളാണ്. അവനെ എങ്ങനെ തോൽപ്പിക്കുക, അവനെ എങ്ങനെ മറിക്കാം, അവനെ ഒരുത്തനാണ് ഈ പ്രശ്നത്തിന് കാരണം, ഈ സഭയെ എങ്ങനെ മുടിക്കാം, എങ്ങനെ നന്നാക്കാം, ഒരുപാട് ചിന്തകൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട്. നമുക്കുണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദിത്വം ആരാ? നമ്മുടെ അയൽക്കാരൻ, അല്ലെങ്കിൽ സഭയിലെ ഏതെങ്കിലും വിശ്വാസി. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എന്ത് വന്നാലും അവനൊറ്റ ഒരുത്തന്നെ അതിന് കാരണക്കാരൻ. എൻ്റെ ചെറുക്കൻ ചോക്ക് തോക്കാൻ കാര്യം അവനാ. അങ്ങനെ എന്തിനും അയൽക്കാരനെ കുറ്റം പറഞ്ഞതായിരിക്കും ഒരു മനുഷ്യനുണ്ടായത്. ഒടുവിൽ ഈ അയൽക്കാരനെ ഇവനെ ഒന്ന് ബോധ്യപ്പെടുത്തണം, ഇവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം ഞങ്ങളല്ല കുറ്റക്കാരനാണ്. ഉടനെ ഒരു ദിവസം അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചു, നീ ഒറ്റ ഒരുത്തനാണ് ഞങ്ങളുടെ ജീവിതത്തിലെ നശിപ്പിക്കുന്നത്. അപ്പൊ ചോദിച്ചു, നീ 8ാം ക്ലാസ്സിൽ 4 വർഷം തോക്കാൻ ഞാനാണോ കാരണക്കാരൻ നീ ചോദിച്ചു. ഞാനന്ന് ഇവിടെ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഞാനിവിടെ വന്നിട്ട് 3-4 കൊല്ലം അല്ലേ ആയുള്ളൂ. അതുപോലെ നിന്റെ കൊച്ചു വെള്ളത്തിൽ വീണ് ചത്തു, അത് ഞാനാണോ കാരണക്കാരൻ? അങ്ങനെ 8-10 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നത് ചോദിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി, അയാളുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഈ അയൽക്കാരനല്ല കുറ്റം. പിന്നെ എന്താ അങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം കിട്ടുന്നതാ. നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളും പ്രശ്നങ്ങൾക്കും ആരെയെങ്കിലും ഒന്ന് വഴി കൊണ്ടെന്ന് ആരുടെയെങ്കിലും മേൽ ചാരി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവാദിത്വമില്ല, പിന്നെ അവൻ്റെ മേൽ ഉത്തരവാദിത്തങ്ങൾ കെട്ടിവെക്കാം. അങ്ങനെയുള്ള ചിന്തകൾ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചിന്തിക്കരുത്. ബൈബിളിലും അങ്ങനെ ചിന്തിച്ചതായിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. നമ്മളെപ്പോഴും ക്രിയാത്മകമായി ചിന്തിക്കണം, നന്മ വരത്തക്ക കാര്യങ്ങൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങള് ഓരോരോ കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള നിഷേധാത്മകമായ കാര്യങ്ങൾ പറയുമ്പോൾ അവരെ വിളിച്ചിരുത്തി നമ്മൾ അവർക്ക് ബുദ്ധിപദേശം കൊടുക്കണം. മോനെ, അങ്ങനെയും ചിന്തിക്കാം, ഇങ്ങനെയും ചിന്തിക്കാം. നീ ഇങ്ങനൊന്നും ചിന്തിച്ചു നോക്കിയേ, നിന്റെ ടീച്ചറല്ല നിന്നെ പരാജയപ്പെടുത്തിയത്, പിന്നെയോ നീ ശരിക്കും ഉത്തരവെഴുതാഞ്ഞത് കൊണ്ടാണ് നീ പരാജയപ്പെട്ടത്. നീ ശരിക്കും ഉത്തരവെഴുതാഞ്ഞത് നീ പഠിക്കാതെ പോയത് കൊണ്ടാണ് നീ ശരിക്കും ഉത്തരവെഴുതാതിരുന്നത്. നീ കൂട്ടുകാരും ചേർന്നെപ്പോഴും കളിക്കുകയായിരുന്നു, മറ്റേ പിള്ളേർക്ക് പഠിച്ച സമയത്ത് നീ കളിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് നീ ഉത്തരവെഴുതാതിരുന്നത്. അങ്ങനെ അവരെ അങ്ങനെ ഒരു പരിഹാരം എന്ന് പറയുന്നത് അവരെ കുറ്റം പറയുകയല്ല, പിന്നെ ഞാൻ ഇനിയും നന്നായിട്ട് പാഠം പഠിച്ചിട്ട് പോകും എന്ന് നീ തീരുമാനപ്പെടുത്തുന്നതാ. ക്രിയാത്മകമായിട്ട് വേണം. ഇപ്പൊ സഭ വളരാത്തതിന്റെ ഉത്തരവാദിത്വം ആരുടെ മേലെ വെക്കുന്നത്? സഭയുടെ മൂപ്പന്മാരോ ഡീക്കന്മാരോ മിഷണന്മാരോ ആരുടെയിലുമാണ്. ഈ സഭ ഗുണപ്പെടുകയില്ല.
തിരിച്ചത് ചോദിക്കട്ടെ, ഞാൻ ഈ സഭയിൽ അംഗമായിട്ട് ഇത്ര വർഷമായി, ഏതെങ്കിലും ഒരാത്മാവിനെയെങ്കിലും ഈ സഭയിലേക്ക് കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഒരാത്മാവിനെയെങ്കിലും കഴിഞ്ഞിട്ടില്ല. ഞാൻ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് വന്നതായിരിക്കും, ഒരാത്മാവ് പോലും ഇല്ല. പിന്നെ ഞാൻ മറ്റുള്ളവരെന്തിനാ കുറ്റം പറയുന്നു? കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ വർക്ക് ചെയ്തിട്ട് ഒരുപാട് ആത്മാക്കൾ വരികയും വേറെ ആരും വർക്ക് ചെയ്യുന്നുമില്ല, ആത്മാക്കൾ വരുന്നുമില്ല, ഞാൻ കൊണ്ടുവന്ന ആത്മാക്കളെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളെപ്പോഴും അങ്ങനെ നിഷേധാത്മകമായി ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ നന്നായി ചിന്തിക്കാനുള്ളതായിരിക്കുന്ന ഒരു പരിശീലനം നമുക്ക് വേണം. അതുകൊണ്ടാണല്ലോ അപ്പോസ്തലന്മാരൊക്കെ പറഞ്ഞ സത്യമായതൊക്കെ, ഘനമായതൊക്കെ, നീതിയായതൊക്കെ, നിർമ്മലമായതൊക്കെ, രമ്യമായതൊക്കെ, സൽകൃതി, ഇതൊക്കെ ചിന്തിച്ചോളാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കാനെന്ന് പറഞ്ഞു. അല്ലാതെ എപ്പോഴും കുത്തിയിരുന്ന് നിഷേധാത്മകമായ ചിന്തകള് ചിന്തിച്ച് 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 നമ്മളെ തന്നെ നശിപ്പിച്ച് കളഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ഒരു കാര്യവുമില്ല. അപ്പൊ നന്നായിട്ട് ചിന്തിക്കാനായിട്ട് നമ്മൾ പഠിപ്പിക്കണം. അത് നല്ല കാര്യമാണ്. ഞാൻ ഒരുപാട് അതേക്കുറിച്ച് പറയുന്നില്ല, പറയേണ്ടതാണെങ്കിലും. ഏഴാമത്, ഡിസിപ്ലിൻ ഓഫ് അവർ ഫീലിങ്സ്. നമ്മുടെ വികാരങ്ങളെ നാം പരിശീലിപ്പിച്ചെടുക്കണം. നമ്മുടെ വികാരങ്ങളെ. ഈ അമേരിക്കയിലെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഞാനവിടെ 10 കൊല്ലം ജീവിച്ചുകൊണ്ട് പറയാം. അവിടുത്തെ കുട്ടികളൊന്നും കരയുന്നത് നമ്മൾ കേൾക്കൂല. ശബ്ദം പുറത്തു വന്ന് കരയാൻ പാടില്ല എന്നുള്ളത് അവരുടെ ഒരു നിയമമാണ്. അപ്പൊ അവർക്ക് ഇങ്ങനെ കരയുന്നുണ്ട്. നമ്മുടെ കരയില്ല. അതിലൊക്കെ നാട്ടുകാർ എന്താ പറ്റി കൊച്ചിന്, എന്താ പറ്റി കൊച്ചിന് എന്താ പറ്റി? വികാരങ്ങളെ നിയന്ത്രിക്കാൻ ചെറുപ്പത്തിലെ പഠിപ്പിക്കുന്നത് അതാണ്. എന്തെങ്കിലും അല്പമെങ്കിലും കാര്യം വന്നു വികാരങ്ങളെ നിയന്ത്രിക്കാനില്ല. ഞാൻ ഒരിക്കലൊരു സഹോദരന്റെ വീട്ടിൽ ഇരുന്ന് ഞാനും സഹോദരൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചില കാര്യങ്ങൾ, സഭാകാര്യങ്ങള്. അപ്പൊ അവിടെ വേറൊരു സഹോദരി വന്നു. സഹോദരിയോട് 2 പിള്ളേരുണ്ട്, കൊച്ചു പിള്ളേർ, 5-6 വയസ്സുള്ള പിള്ളേർ. ഈ സഹോദരൻ 2 പിള്ളേരുണ്ട്, അവരും 5-6 വയസ്സുള്ള പിള്ളേർ, 6-7 കാണും അങ്ങനെ. അപ്പോ ഈ പിള്ളേര് 3-4 പിള്ളേർ കൂടി അവിടെ ഭയങ്കര ചാട്ടമാണ്. ചാട്ടം എന്ന് പറഞ്ഞാൽ അവിടെ 5-6 അൽമാരകളുണ്ട്. അൽമാരകളുടെ പുറകിൽ കൂടെ ചാട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ പിടിക്കാനുള്ള ചാട്ടമാണ്. ഈ ചാട്ടത്തിൽ ഒരു അൽമാര അങ്ങ് മറിഞ്ഞു. ഒരു വലിയ അൽമാരയാണ്, അത് കുറച്ച് ഭാരമുള്ള അൽമാരയാണ്. അത് അങ്ങോട്ട് മറിഞ്ഞിട്ട് ഒരു കൊച്ചിന്റെ പുറത്തോട്ടാണ് വീണത്. അപ്പൊ സ്ത്രീകൾ അവിടെ നിന്ന് വർത്താനം പറയാണ്. അവരാകെ കൂടെ കാണുന്നത് എന്താന്ന് ചോദിച്ചാൽ പിള്ളേരെ ഓടി കളിക്കുന്നു, അൽമാര മറിയുന്നു. അപ്പോഴത്തേക്ക് ഒരമ്മ നെഞ്ചത്ത് 2 അടി, എന്റെ കൊച്ചു, അയ്യോ എന്റെ കൊച്ചേ കരഞ്ഞിട്ട് അങ്ങനെ മോഹാലിസ്യപ്പെട്ടൊക്കെ വീണു. മോഹാലിസ്യപ്പെട്ട് വീണപ്പോ കൊച്ചു വന്ന് അമ്മയോട് വന്ന് ചോദിച്ചു, എന്താ അമ്മേ? അൽമാര ഇങ്ങനെ വീണെങ്കിലും അത് വേറെ ഒരു അൽമാരുടെ പുറത്ത് നിന്ന് ഇങ്ങനെ ചാരി നിന്നോണ്ട് കൊച്ചേന്റെ ഇടയിൽ കൂടെ കയറി ഇനി പോരുകയും. അപ്പൊ ഈ അൽമാര വീണത് എന്തെങ്കിലും പറ്റിയോ, പിള്ളേർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി? ഇതൊന്നുമില്ല. അൽമാര വീണെങ്കിൽ കൊച്ചി എത്തിരിക്കും. അൽമാര വീണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ബോധം കിട്ടി താഴെ വീഴും. അപ്പൊ അതുപോലെയാണ് നമ്മുടെ ഓരോരോ കാര്യങ്ങൾക്ക് എല്ലാം വൈകാരികമാണ്. ഞാന് ഇവിടെ പൊതുവെ കണ്ടതായിരിക്കുന്ന ഒരു പ്രത്യേകത, ഇവിടെ ഏത് ചെറിയ കാര്യത്തിനും ഡോക്ടറെടുക്കെ പോകുന്നവരാണ് നമ്മൾ. ഏത് ചെറിയ കാര്യത്തിനും പിള്ളേർക്ക് 101 ഡിഗ്രി വന്നെങ്കിൽ ഉടനെ പനിയാന്ന് പറഞ്ഞുകൊണ്ടു. ഈ 101 ഡിഗ്രി പനിയുള്ള കൊച്ചിനെ കൊണ്ട് തന്നെ ഡോക്ടറെടുക്കെ പോകുന്നു. എന്നിട്ട് എന്നും നമ്മുടെ ആൾ പറയും, കാശില്ല. കിട്ടുന്ന കാശ് മുഴുവൻ ആശുപത്രിക്കാർക്ക് കൊടുക്കുക. ഒരു പാരസെറ്റമോൾ കൊടുത്താൽ മതി 101 ഡിഗ്രിക്ക്. ഡോക്ടർ ഇവിടെ ചെന്നാൽ 2 പാരസെറ്റമോളാണ് കുടിക്കുന്നത്, അത് വാങ്ങിച്ചണമെന്ന് നമ്മൾ കൊടുത്തു. അപ്പൊ നമ്മൾ വൈകാരികമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ ഒരുപാട് കേസ് ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വൈകാരികമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന എന്തെങ്കിലും ഒരു കല്യാണം ആലോചിച്ചോ നടന്നില്ലെങ്കിൽ നമ്മളെ സഭയിലുള്ള ആരുടെയെങ്കിലും പുറത്തെ കുറ്റം വെക്കും. അവൻ ഒറ്റ ഒരുത്തനാണ് എൻ്റെ കൊച്ചിൻ്റെ കല്യാണം മുടക്കിയെന്ന് നമ്മൾ പറയും. അത് പറയുമ്പോഴാണ് നമുക്ക് ആ തൃപ്തി വരുന്നത്. ഒരിക്കല് ഒരു കല്യാണാലോചനയായിട്ട് ഇങ്ങനെ ചെന്നപ്പോ അയൽവക്കക്കാരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് അവിടുത്തെ മകള്? അയ്യോ, ആ പെണ്ണെ വേണ്ടെന്ന് പറഞ്ഞോ. ആ കൊച്ച് 18-19 വയസ്സുള്ളപ്പോ ഒരു പ്രസവം കഴിഞ്ഞാണ്. ഉടനെ അയാൾ പോയി കാണാൻ ചെന്നാൽ പറഞ്ഞു, ഓ അങ്ങനെയാണോ? അപ്പൊ പിന്നെ ഞങ്ങൾക്ക് പിള്ളേരുണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് കാര്യമില്ല, അങ്ങനെ കൊച്ചിനെ ഞങ്ങൾക്ക് വേണ്ടത്, പ്രസവിക്കുന്ന നേരത്തെ ഉറപ്പുണ്ടെങ്കിൽ. അപ്പൊ അയക്കറിയാം, ഒരു അയൽക്കാരൻ തന്റെ അയൽക്കാരന്റെ കുട്ടിയെ കുറിച്ച് അങ്ങനെ ഒരു പ്രസ്താവന പറയണമെങ്കിൽ അയാളൊരു ദുഷ്ടനായ മനുഷ്യൻ
ആയിരുന്നിരിക്കണം. ഒരയൽക്കാരനും പറയില്ല, ഒരയൽക്കാരനും പറയില്ല. അവരങ്ങേറ്റം പറഞ്ഞ പറയും ഞങ്ങള് അടുത്ത കാലത്ത് ഞങ്ങൾക്ക് വലിയ പരിചയമൊന്നുമില്ല എന്നത്തരം പറഞ്ഞൊക്കെ അങ്ങ് ഒഴിഞ്ഞു മാറുമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു നെഗറ്റീവ് അഭിപ്രായം പറയില്ല. നെഗറ്റീവ് അഭിപ്രായം പറയുന്നത് ദുഷ്ടന്മാരായ ആളുകളാണ്. അപ്പോഴത് മറ്റേ ആളിനറിയാമായിരുന്നു അവർ തമ്മിൽ എന്തോ വിരോധമുണ്ട്, വൈരാഗ്യമുണ്ട്, അയാളൊരു മഹാദുഷ്ടനായ മനുഷ്യനാണ്, എന്തോ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതല്ലേ അയാൾ അങ്ങനെ പറയില്ല. അപ്പൊ അവരുടെ ചിന്താഗതി അങ്ങനെയാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ഏത് വിഷയത്തിനും. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ അപ്പച്ചൻ പലരുടെയും കുറ്റം പറയുന്ന ഒരാളായിരുന്നു. പിന്നെ സന്ധ്യാപ്പൊക്കെ ഇരുന്ന അവരൊറ്റ ഒരുത്തനാണ്, അവരാണ് ദോഷം ചെയ്തത് ഇങ്ങനെ പറയും. അപ്പച്ചൻ നല്ല മനുഷ്യനാണ്, പ്രാർത്ഥി മനുഷ്യനാ. അപ്പൊ എൻ്റെ അമ്മ പറയും തുടങ്ങിയിരിക്കുക, പോയിരുന്നു പ്രാർത്ഥിക്കും നിങ്ങൾ, ബൈബിൾ എടുത്തിട്ട് വായിൽ അവർ ചെയ്തു എന്തോ ഉമ്മാക്കം ചെയ്തു അവരുടെ കയ്യിലാണ് നമ്മുടെ ജീവിതം. സ്വർഗത്തിലെ ദൈവമല്ലേ നമ്മളെ അപ്പച്ചനങ്ങ് നിർത്തും. കാരണം അതിന് പ്രോത്സാഹനം കൊടുക്കാൻ അമ്മയില്ല. അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾക്കൊന്നും അമ്മ കൂട്ടുനിൽക്കില്ല. ഞാൻ സ്കൂളിൽ വിട്ട് ഒരു 10 മിനിറ്റ് താമസിച്ചു പോയി അപ്പച്ചൻ ഒരു പടിയുമായിട്ട് ഇറങ്ങും റോഡിലൂടെ. അപ്പച്ചൻ എന്നെക്കാൾ മുന്നേ അപ്പച്ചൻ ടീച്ചറാ, ഇറങ്ങും. എവിടെ വെച്ച് കാണുന്നു അവിടെ നിന്ന് തന്നെ അടിക്കാൻ തുടങ്ങും. അപ്പോഴമ്മ പറയും നിങ്ങൾ പോവാ, വടിയെ കൊണ്ട് പോവാ. അവൻ ഇനി വരുമെന്നേ. അപ്പച്ചന്റെ ചിന്ത ഏതോ വണ്ടി മുട്ടി ചത്ത് കാണും, ഏതോ ആശുപത്രിയിലാണ്, അങ്ങേയറ്റത്ത് ചിന്തിക്കത്തുള്ളൂ. അങ്ങനെയല്ലേ നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കുന്നത്. അതാ ഞാൻ ഈ പറയാം, നമ്മുടെ ഈ ചിന്തകളെ വൈകാരിക തലത്തിൽ മാത്രം ചിന്തിക്കാൻ നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിച്ചത് കൊണ്ട് ബുദ്ധിപൂർവമായിട്ടൊന്ന് ചിന്തിച്ച് കാര്യങ്ങൾ കാണാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കുന്നത്. അത് വലിയ അപകടമാണ്. നമുക്ക് തന്നെ ഒരുപാട് ദോഷം വരും, നമ്മുടെ മക്കൾക്ക് ഒരുപാട് ദോഷം ചെയ്യും. അപ്പൊ നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് നമ്മൾ ഈ ഇങ്ങനെ ട്രെയിൻ ചെയ്യിക്കുന്നത്? നമ്മുടെ കർത്താവിൻ്റെയും വലിയ ദൈവദാസന്മാരുടെയും ഒക്കെ ജീവിതത്തെ നോക്കണം. ദാവീദിനെ നോക്കി അറിയാം. ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ വായിച്ച് ആ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ അറിയാം ഓരോരോ കഠിനമായ സാഹചര്യങ്ങളിൽ അവിടുന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ഒരു സങ്കീർത്തനം എഴുതുന്നത്. നിഷേധാനുഭവം, ശൗവേ എൻ്റെ ശത്രുക്കൾ പരിഹരിക്കുന്നു, പക്ഷെ നീ എന്നെ വിടുവിക്കുന്നു, നീ എൻ്റെ സമീപത്തുണ്ട്, ശത്രു എന്നോട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അത് അവിവേകിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുമ്പോഴായാലും, അബ്ശാലോമിന്റെ മുന്നിൽ നിന്ന് ഓടിപ്പോകുമ്പോഴായാലും, ദോഗ് എന്ന് പറഞ്ഞതായിരിക്കും മനുഷ്യൻ തനിക്കെതിരെ ശൗലിനോട് പറഞ്ഞപ്പോഴായാലും ഒരു സങ്കീർത്തനമുണ്ട്. അപ്പോ അങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കേണ്ടത്. നമുക്ക് വരുന്നതായിരിക്കുന്ന ഏത് ദോഷത്തിന്റെയും പിൻപിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യണം. നമ്മളങ്ങനെയല്ല, നമ്മൾ പാടുന്നതെല്ലാം ശോകഗാനങ്ങളാണ്. അങ്ങനെ പാടരുത്. അങ്ങനെ നമ്മൾ മനസ്സിനെ ചിന്തിക്കരുത്, ഡിസിപ്ലിൻ ചെയ്യരുത്. അത് വലിയ ആപത്താണ്. പത്രോസ് എപ്പോഴും നന്നായിട്ട് ചിന്തിച്ച ഒരാളല്ല. അവൻ കർത്താവിനെ നിഷേധിച്ച് എന്തുകൊണ്ടാ? ഇവനും അവന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞ ഉടനെ അവരെല്ലാം കൂടെ വന്ന് എന്നെ പിടിക്കും, എന്നിട്ട് കർത്താവിനെ എൻ്റെ കയ്യും കാലും കെട്ടിയിട്ട് എന്നെയും കൊണ്ടുപോയി അവിടെ നിർത്തും, ചാട്ടവാറ് കൊണ്ട് എന്നെ അടിക്കും, എൻ്റെ തോളയിൽ ഒരു വലിയ കുരിശ് വെച്ച് തരും, കാൽവരി ക്രൂശി ഞാനും കയറും, എന്നിട്ട് കർത്താവിനോടൊപ്പം എന്നെ അവർ ക്രൂശിക്കും. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിൽ രക്ഷപ്പെടാനായിട്ട് ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഈ പാർട്ടി എനിക്ക് അറിയേയില്ല, ഞാൻ ചുമ്മാ തോട്ടത്തിൽ നിൽക്കുകയായിരുന്നു, എന്നെ കൂടെ നിങ്ങൾ പിടിച്ചോണ്ട് വന്നത്, ഞാൻ എനിക്കറിയില്ല യേശു ആരാണ് യേശു. അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരായ ആളുകളുണ്ട്. എന്നാൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചെങ്കിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിക്കാൻ പോവുകയാണ്, കർത്താവിൻ്റെ കൂടെ മരിക്കാൻ എനിക്ക് ഒരാൾ കിട്ടിയാൽ എത്ര നന്നാണ്. ഏതായാലും ഞാൻ കർത്താവിൻ്റെ ആളാ, അവരെന്നെ പിടിച്ചിട്ട് പോയി, എനിക്ക് കർത്താവിനെ എന്താ ചെയ്യുന്നത് എനിക്ക് കാണാമല്ലോ. കർത്താവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രനാണെന്നല്ലേ? അങ്ങനെയല്ലേ ഇപ്പൊ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്, എങ്കിൽ പിന്നെ നിനക്ക് എന്താ വരാൻ പോകുന്നത്? അപ്പൊ അറിയാം. പക്ഷെ അതൊക്കെ അറിയാമെങ്കിലും കർത്താവ് വള്ളത്തിൽ ഇരുന്ന് കിടന്നുറങ്ങുകയാണ്. ശിഷ്യന്മാര് പറഞ്ഞു, എന്നിട്ടെന്താ ആ വെള്ളവും കോളും എല്ലാം വന്നപ്പോ കർത്താവ് മുങ്ങിച്ചാകാൻ വന്ന ആളല്ല, പാവികൾക്ക് വേണ്ടി മരിച്ചു ഉയർക്കാൻ വന്ന ആളാണ്. അപ്പൊ ഈ കടൽ ഇനി എത്ര ചാടിയാലും നമ്മുടെ കർത്താവിനെ കൊല്ലാൻ ഒക്കുകയില്ല. അപ്പൊ കർത്താവ് കിടന്നുറങ്ങുന്നതിനോട് അടുത്ത് നമുക്ക് ചിന്തിരിക്കാം. അപ്പോ അങ്ങനെ ചിന്തിച്ചില്ല. ഞങ്ങൾ ചാകുന്നത് നിനക്ക് ചിന്തയില്ലെന്നാ ചോദിക്കുന്നത്. ഞങ്ങൾ മുങ്ങിച്ചാകുന്നത് നിനക്ക് ചിന്തയില്ല. അപ്പൊ അവരുടെ ചിന്ത എന്താണ്? ഈ ഓളം വന്നു, ഇത് വന്നു, ചത്തത്. അപ്പോഴും അവർക്കറിയാം കർത്താവ് ചാവില്ല, അതുകൊണ്ട് ചിന്തയില്ലെന്ന് പറയുന്നത്. കർത്താവ് ഇങ്ങനെയും രക്ഷപ്പെടും, നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും? ചാവും. എന്നാൽ കർത്താവ് അവരെ വിളിച്ചിറക്കി
നിങ്ങളെ മനുഷ്യ പിടിക്കുന്നവരാക്കും. ഒരുപാട് പ്രോമിസസ് കൊടുത്തത് ഈ ഗലീല കടലിൽ ചാകാൻ വേണ്ടിയാണ്. അല്ല, അല്ലെന്നുള്ള കാര്യം അറിയാം. പോസിറ്റീവായിട്ട് ചിന്തിച്ച ആളുകളാണ്. അഡോറാം ജഡ്സൺ എന്ന് പറഞ്ഞ ആള് ബർമയിൽ അദ്ദേഹത്തെ പിടിച്ചു. തല കീഴായി ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കണ്ട്, ഒരു കാലം അവിടെ ഒരു കാലം ഇവിടെ, നിലത്ത് കയ്യെ കഷ്ടിച്ചൊന്ന് തൊടാം, അങ്ങനെ ഇരിക്കും. എത്ര കാലമാണ്? 6 മാസം, 1 വർഷം, 2 വർഷമാണ് ആ കിടപ്പ്. ചില വെള്ളവും കൊടുക്കും, ഒരു വർഷം അപ്പവും ആരെങ്കിലും താങ്ങി വായിലോട്ട് വെച്ച് കൊടുക്കും, ഇത്ര കൊടുക്കും. അപ്പോഴും അവിടെ കിടന്നുകൊണ്ട് താൻ ചിന്തിക്കുകയാണ്, ഞാൻ ദൈവം എന്നെ രക്ഷിക്കും, രക്ഷിക്കാതിരിക്കും, രക്ഷിച്ചാൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം. കർത്താവിന് വേണ്ടി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ക്രിയാത്മകമായി ചിന്തിക്കുന്നവർക്ക് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് വളരെ എളുപ്പമാണ്, അതിനുള്ള ശക്തി തരും. ക്രിയാത്മകമായി ചിന്തിക്കുന്നവർ, നിഷേധവാൻ ചിന്തിക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് ചാടും. അവരെ ഉത്സാഹിപ്പിക്കാനും ഒക്കെയും, കാരണം അവർക്ക് നന്നായി ചിന്തിക്കാൻ പഠിച്ചിട്ടില്ല അവരുടെ ജീവിതത്തിൽ. 8ാമത് നമുക്ക് അച്ചടക്കം വേണ്ട ഒരു മേഖല നമ്മുടെ ഇച്ഛയുടെ ട്രെയിനിങ് ആണ്. ഡിസിപ്ലിൻ ഓഫ് അവർ വിൽ. നമ്മുടെ ഇച്ഛ കൊണ്ടാണല്ലോ നമ്മൾ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. ടെമ്പർമെന്റ് സംബന്ധമായി പറഞ്ഞ കൊളറിക്കുകൾ എന്ന് പറയുന്ന ആളുകളാണ് ഈ ഇച്ഛാശക്തി കൂടുതലുള്ള ആളുകൾ. അവര് എന്ത് തീരുമാനമെടുത്താലും അവരുടെ ഇച്ഛയുടെ തലത്തിലെ തീരുമാനമെടുക്കും. എന്നാൽ അവർക്ക് പറ്റുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർ ഇച്ഛിക്കുന്നത് പോലെ കാര്യങ്ങൾ പലപ്പോഴും സംഭവിക്കുകയില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും? നിരാശയൊക്കെ ഉണ്ടാകും. പക്ഷെ അങ്ങനെ നിരാശപ്പെടുന്ന ആളുകളല്ല അവർ അപ്പോഴും വേറെ എന്തെങ്കിലും പോംവഴികൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട്, ഡിസിഷൻ ഡിറ്റർമിൻസ് ഡയറക്ഷൻ ആൻഡ് ഡയറക്ഷൻ ഡിസൈഡ്സ് ഡെസ്റ്റിനി. തീരുമാനങ്ങൾ ദിശയെയും ദിശാഭാഗതയെയും നിശ്ചയിക്കും. പടിഞ്ഞാറോട്ട് പോകാൻ ഞാൻ ചിന്തിച്ചാൽ എങ്ങോട്ട് ഞാൻ പോകും? പടിഞ്ഞാറോട്ട് പോകും. പടിഞ്ഞാറോട്ട് ഞാൻ പോയാൽ എവിടെ ചെല്ലും? ഇവിടുന്ന് പടിഞ്ഞാറോട്ട് പോയാൽ ഞാൻ വല്ല ആലപ്പുഴയോ, കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ദുബായിലോ അവിടെ ചെല്ലാൻ നമുക്ക് ഒക്കില്ല. അറബിക്കടലിന് മേളിൽ കൂടെ നടക്കട്ടെ. നമ്മുടെ തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയ നിയമം പരിശോധിച്ച് നോക്കി അറിയാം, കർത്താവിൻ്റെ പ്രവാചകന്മാരും ദൈവമനുഷ്യരും ഒക്കെ അവരുടെ തീരുമാനം, അവരൊന്നും ഒളിച്ചോടിപ്പോയവരല്ല. അബ്രഹാമിനോട് ഇസാക്കിനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റു യാഗത്തിലുള്ളതായിരിക്കുന്ന വിറകും മറ്റുമൊക്കെ കൂട്ടി ഇസാക്കിനെയും കൊണ്ട് പോവുകയാണ്. നേരെ എങ്ങോട്ടാണ് പോകുന്നത്? മോറിയ മലയെന്ന് പറഞ്ഞ മലയുടെ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. കാരണം അവിടെയുള്ള മലകളിലൊന്നും ഞാൻ കാണിക്കുന്നിടത്ത് യാഗം കഴിക്കാനാണ് പറഞ്ഞത്. ഏത് വശത്തേക്ക് പോയാൽ മോറിയ ചെല്ലുമോ? ചെല്ലുമില്ല. അങ്ങനെ തന്നെ പോകണം. 12 ഒറ്റുകാരെ കനാനിലേക്ക് അയച്ചു. 12 പേരും കണ്ടത് ഒന്ന് തന്നെയല്ലേ? ദേശം നല്ലത്, അവിടെ മലന്മാരുണ്ട്, അനാക്കി മലന്മാരുണ്ട്, അതെല്ലാവരും കണ്ടു. പക്ഷേ തീരുമാനത്തിൽ വന്നപ്പോ 10 പേരെന്ത് പറഞ്ഞു? നമ്മൾ എത്ര വിചാരിച്ചാലും കനാൻ ദേശം പിടിച്ചിടക്കി അവിടെ നമുക്ക് താമസിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? മനുഷ്യരെ തിന്നു കളയുന്നതായിരിക്കുന്ന മല്ലന്മാർ അവിടെ ഉള്ളത്. നമ്മളവിടെ വിട്ടലിനെ പോലെ. പക്ഷേ നമുക്കറിയാം, യോശുവയും കാലേബും കണ്ടതും അത് തന്നെയാണ് കണ്ടത്. കാലേബ് പറഞ്ഞത്, ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നാം ആ ദേശം കീഴടക്കി അവിടെ വസിക്കുന്നു. അല്ല, തീരുമാനം എന്ന് പറഞ്ഞതാ, ദൈവം അനുവദിക്കുന്നു. അങ്ങനെ പറയാൻ കാര്യം, ദൈവമല്ലേ അവരെ കൊണ്ട് അയച്ചത്. കനാൻ നാട്ടിൽ തരാമെന്ന് പറഞ്ഞല്ലേ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത്. അബ്രഹാമിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത് അതല്ലേ? എത്ര വർഷത്തെ പരിപാടിയാ? ഈ മരുഭൂമി കൊണ്ട് നശിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ എന്തെങ്കിലും പ്രശ്നം വന്നപ്പോൾ ഉടനെ മോശയോട് പറഞ്ഞ എന്താണ്? ഈ മരുഭൂമിയിൽ വെള്ളമില്ലാത്ത ദേശത്ത്, അപ്പമില്ലാത്ത ദേശത്ത്, ഇറച്ചിയില്ലാത്ത ദേശത്ത് ഞങ്ങളെ കൊല്ലാൻ നീ കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം അവരവരുടെ വർത്തമാനകാല പ്രശ്നങ്ങളിലാണ് അവരുടെ മനസ്സ് വെച്ചത്. അരിയില്ല, വയറില്ല, മീനില്ല, ഇറച്ചിയില്ല, അതിലാണ്. എന്നാൽ മോശയും അഹരോനും മറ്റുള്ളവരും കണ്ടുവച്ചത് എവിടെയാ? നിങ്ങൾ മത്സരിക്കരുത്. ചെങ്കടൽ വിഭാഗിക്കാൻ കഴിയുന്ന ദൈവത്തിന് ഇപ്പോഴും എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് അവരുടെ ജനത്തെ അവരെ സൈലന്റ് ചെയ്തു, നിശബ്ദമാക്കി. ദൈവം നമ്മളെ ഇത്രയും അത്ഭുതങ്ങൾ ചെയ്ത് മിസ്രയീം ദേശത്ത് നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നു. ചെങ്കടൽ വിഭാഗിച്ചു, നമ്മുടെ ശത്രുക്കളെ മുഴുവൻ വെള്ളത്തിൽ മുക്കിക്കൊന്നു. ചെങ്കടൽ കഴിഞ്ഞ് ഇക്കരെ കയറി ഹാരാൻ മരുഭൂമി വന്നു.
കയ്പുള്ള വെള്ളം മധുരമാക്കി തന്നു, വെള്ളമില്ലെന്ന് പറഞ്ഞു, പാറയടിച്ച് വെള്ളം തന്നു. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തത് ആ ദൈവത്തിന്റെ ശക്തി നശിച്ചു പോയോ? ആ ദൈവത്തിന്റെ പരിപാടി മാറ്റിയോ? ഇല്ല. വരി നമുക്ക് നേരെ പോകാമെന്ന് പറഞ്ഞു. അവരുടെ ഇച്ഛയെ അവർ ട്രെയിൻ ചെയ്യിച്ചിരുന്നില്ല. വിൽ പവർ, അവരുടെ ഇച്ഛാശക്തി വളരെ ബലഹീനമായിരുന്നു. തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ചെയ്തത്. അപ്പൊ നമ്മുടെ പരിപാടികൾ വിജയിക്കണമെങ്കിൽ നമ്മുടെ ഇച്ഛകളെ നാം പരിശീലിപ്പിക്കണം. ദൈവവചനം അംഗീകരിക്കുന്ന കാര്യങ്ങളിന്മേൽ മാത്രം നമ്മൾ ഇച്ഛിക്കണം. യാക്കോബ് പറഞ്ഞു, പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു, നല്ല കാര്യമാണ്, അവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്താ പറഞ്ഞത്? വ്യഭിചാരികളും വ്യഭിചാരിണികളുമായുള്ള ഒരു ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. നിങ്ങളുടെ ഭോഗേച്ഛകളെ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് കിട്ടുന്നില്ല. പ്രാർത്ഥനക്കാരാ, ഭയങ്കര പ്രാർത്ഥനയാ. വിഷയം എന്താണെന്നറിയാമോ? ഭോഗേച്ഛകളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ. നമ്മൾ ഭോഗേച്ഛകളിൽ ദൈവം നമുക്ക് പറഞ്ഞത് തിന്നാൻ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക. പക്ഷെ അവരത് പോരാന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഭോഗേച്ഛകളിൽ ചെലവിടേണ്ടത്. ഇസ്രായേൽ മക്കൾ പറഞ്ഞതല്ലേ, ടേസ്റ്റ് ഇല്ലാത്ത ഈ മന്ന ഇത് ആർക്ക് വേണമെന്ന് പറഞ്ഞു. വിലയില്ലാത്ത ഈ അപ്പം കൊണ്ടുകള. ദൈവം പറഞ്ഞു, തേൻ കൂട്ടിയ ദോശയേക്കാൾ നല്ലതും ന്യൂട്രീഷനിലാണ്, വളരെ പോഷകം നിറഞ്ഞാണ്. നിങ്ങളുടെ കാലൊന്നും വീങ്ങി പോലുമില്ല ഇത്രയും നേരം നടന്നിട്ട്. നിങ്ങളുടെ ശരീരത്തിന് വേണ്ട എല്ലാ മിനറൽസും വിറ്റാമിനും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും എല്ലാം ഇതിൽ സമ്പന്നമാണ്. ഇതങ്ങ് തിന്നാൽ മതി. ഈ വിലയില്ലാതെ നിസ്സാരമായിരിക്കുന്ന അപ്പോൾ എന്നാ പറഞ്ഞത്. ഇച്ഛയെ അവര് തെറ്റായിട്ട് നടത്തിട്ട് പലപ്പോഴും നമ്മളും അങ്ങനെയാണ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ പരാജയപ്പെടുന്ന ഇങ്ങനെയുള്ള പല മേഖലകളിൽ നാം തെറ്റിപ്പോകുന്നുണ്ട്. അപ്പൊ അവിടെ തെറ്റാതിരിക്കാനായിട്ട് നാം തീർച്ചയായിട്ടും നമ്മുടെ ഇച്ഛകളെ വേണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെ വിളിച്ചിരുത്തണം. മോനെ, നിനക്ക് എന്തിനാണിപ്പോ അത്? നിനക്ക് എന്തിനാണിപ്പോ അത്? എല്ലാ പിള്ളേർക്കും ഉണ്ട് മമ്മി. എല്ലാ പിള്ളേരെയും പോലെ ആണോടാ നീ? ആ പിള്ളേരെല്ലാം രക്ഷിക്കപ്പെടാത്തവർ അവരങ്ങോട്ടാടാ പോകുന്നത്. രക്ഷിക്കപ്പെടാത്തവരങ്ങോട്ട് നരകത്തിലോട്ട് പോകുന്ന പിള്ളേർക്കുള്ളതെല്ലാം അന്ന് സ്വർഗത്തിലോട്ട് പോകുന്നു. നിനക്കും വേണ്ടത്. നമ്മുടെ മൂല്യങ്ങൾ എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്? ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. ഇന്നിപ്പോ ആളുകൾ ഒരു അമേരിക്കൻ വിസയ്ക്ക് വേണ്ടി അങ്ങ് മരിക്കുക. എങ്ങനെ അമേരിക്കൻ ചെന്ന് കിട്ടിയാൽ മതി എന്നാ പറയുന്നത്. സ്വർഗനാടെന്ന് പറയുന്നത് അമേരിക്കയാണിപ്പോ. വിശ്വാസികളുടെ സ്വർഗനാട് അമേരിക്കയാണ്. അവർ പറയുന്ന പോകും ഞാൻ, സ്വർഗനാട്ടിൽ പോകും ഞാൻ, ഏത് വിധേനയും പോകുന്നാ പറയുന്നത്. അമേരിക്ക പോകും തെറ്റായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അമേരിക്കക്ക് തരാൻ നിങ്ങൾക്ക് കഴിയുന്ന മഹത്വം എന്ന് പറയുന്നത് എന്താ? ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന പൂക്കളെ പോലെയുള്ളതായിരിക്കുന്ന മഹത്വമേ ഉള്ളൂ. അല്ലാതെ ഒന്നും നിങ്ങൾക്ക് നിത്യതയിൽ നിലനിൽക്കുന്നതായിരിക്കുന്ന ഒന്നും അമേരിക്കക്ക് തരാനില്ല. അത് ഇവിടെയും കിട്ടും, അവിടെയും കിട്ടും. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ. നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ വേണം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? തൊഴിലെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും വേണ്ട എന്ന് നമ്മൾ തന്നെ വയ്ക്കും. നമ്മുടെ ഇച്ഛാശക്തിയെ നമ്മൾ നന്നായിട്ട് ട്രെയിൻ ചെയ്യിക്കണം. ഞാൻ എൻ്റെ ഇച്ഛ കൊണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഇച്ഛിക്കുകയില്ല. എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും ഇച്ഛിക്കുകയില്ല. ദൈവമേ, നിനക്ക് പ്രസാദമുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുവാനും ഇച്ഛിക്കുവാനും നീ എന്നെ സഹായിക്കണം എന്ന് നമ്മൾ ദൈവത്തോട് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സന്തുഷ്ടരായി. അത് നമുക്ക് പലപ്പോഴും കാണുന്നില്ല. പിന്നെ 9ാമത്തെ നമ്മുടെ അച്ചടക്കം എന്ന് പറയുന്ന ഡിസിപ്ലിൻ ഓഫ് പ്രയോറിറ്റിയാണ്. മുൻഗണനയുടെ അച്ചടക്കങ്ങളാണ്. മുൻഗണനയുടെ അച്ചടക്കം. ഇപ്പൊ ഇന്ന് വൈകിട്ട് പ്രാർത്ഥനയുണ്ട്, ഇവിടെ ബൈബിൾ ക്ലാസ് ഉണ്ട്. ഇന്ന് വൈകിട്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഇവിടെ വന്നതിന്റെ കാരണം എന്താ? മറ്റു കാര്യങ്ങളെ മാറ്റി വെച്ചിട്ട് ഇവിടെ വന്നതിന്റെ കാരണം ഇന്നത്തേക്കെങ്കിലും സംബന്ധിച്ച് നിങ്ങളുടെ പ്രയോറിറ്റിയാണ്. ബൈബിൾ ക്ലാസ്സിൽ ദൈവവചനം കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ മുൻഗണന എന്നുള്ളത് കൊണ്ടാണ്. മുൻഗണന എന്ന് പറഞ്ഞാൽ ഏതിനാണ് മുന്നമേ പ്രാധാന്യം കൊടുക്കേണ്ടത്? 1, 2 എന്ന് എണ്ണിയാൽ ഏതിനാണ് ഒന്നെന്ന് പറയേണ്ടത്? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്കറിയാം. ചിലത് അത്യാവശ്യം ചെയ്യേണ്ടതാണ്, ഉടനടി ചെയ്യേണ്ടതാണ്. ചിലത് മാറ്റിവെക്കാവുന്നതാണ്. ചിലത് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ പരിശോധിച്ച് നോക്കിയാൽ അതിന് യാതൊരു പ്രാധാന്യവും കാണുകയില്ല. പറയാറുണ്ട്, ഓൾ അർജന്റ് തിങ്സ് ആർ നോട്ട് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. അർജന്റാണ് എന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങൾക്കും യാതൊരു പ്രാധാന്യം തോന്നാത്തതാണ്, ഒരു പ്രാധാന്യം ഇല്ലാത്തതാണ്.
എൻ്റെ കൂടെ നിനക്ക് ആശുപത്രി വരെ ഒന്ന് വരാമോ? പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയുണ്ട്, നീ എൻ്റെ കൂടെ ആശുപത്രി വരെ വരാം. നമ്മൾ പറയും നമുക്ക് പ്രാർത്ഥനയോഗമാണോ അവൻ്റെ കൂടെ ആശുപത്രി വരെ പോകുന്നതാണോ പ്രാധാന്യം? ചോദിക്കാവുന്ന ചോദ്യമുണ്ട്, നീ എന്തിനാ ആശുപത്രി പോകുന്നത്? എടാ ഇന്നലെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമല്ലേ? പിന്നെ അല്ലെങ്കിൽ പിന്നെ എടാ കൊച്ചിന് നല്ല സുഖമില്ല, ഡോക്ടറെ ഒന്ന് കാണിക്കാൻ, അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? എടാ അതിന് നിന്റെ ഭാര്യയെ കൂടെ വിളിച്ചോണ്ട് പോയി പറയാം, കൊച്ചിന് തള്ളയുടെ പോകുന്ന അത്ര സുഖം കാണുന്നില്ലല്ലോ, എൻ്റെ കൂടെ പോകാൻ. അതെ, ഭാര്യയ്ക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ നിന്റെ വണ്ടി ഓടിക്കാൻ ഒരാൾ വേണമല്ലേ? അത് ശരി, ഞാൻ ഒരാളെ പറഞ്ഞു വിശ്വാസേ ഒരാളെ പറഞ്ഞു വിട്ടു. അതിന് ഞാൻ ഈ ബൈബിൾ ക്ലാസ് മുടങ്ങി എൻ്റെ വണ്ടി ഓടിക്കാനുണ്ട് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രധാനം എൻ്റെ ബൈബിൾ ക്ലാസ്സാണ്, നിന്റെ വണ്ടി ഓടിക്കുക. എന്നാൽ അവര് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കൊണ്ടുപോകണോ? അതാ പ്രയോറിറ്റി അനുസരിച്ച്. അപ്പൊ പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ആളുകൾ പറയുന്നതിനെല്ലാം പോകും, ആളുകൾ പറയുന്നതിനെല്ലാം പോകുന്നവരുണ്ട്. അവരെ പറ്റി പറയുന്നത് ഭയങ്കര വിശാല ഹൃദയന്മാരാണ്, പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും മുന്നേറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല. കാരണം അവർ ചെയ്യുന്ന പല കാര്യങ്ങളും അവർ ചെയ്യേണ്ട കാര്യം. അത് ഇംഗ്ലീഷിൽ പറയാറുണ്ട്, ഇന്ന് ചെയ്യണമെന്ന് നിർബന്ധമുള്ള പല കാര്യങ്ങളും ഇന്ന് ചെയ്യാതിരുന്നാൽ പിന്നെ ഒരിക്കലും ചെയ്യേണ്ട ആവശ്യം വരികയില്ല. നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ എന്ത് പറയും? ചെയ്യേണ്ട ആവശ്യമേ ഇല്ലെന്ന് നിങ്ങൾ കണ്ടെത്തും. അങ്ങനെ കാര്യം ചെയ്യേണ്ട ആവശ്യം പോലും. നിങ്ങൾ അവിടെ പോയിരുന്നു, ചെറിയൊരു വയറുവേദന ഉണ്ട്, അവിടെ പോയിരുന്നു, രാത്രി മുഴുവനും അവിടെ പോയിരുന്നു, നേരം വെളുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഗ്യാസ് ഉണ്ടാകുന്ന ഉരുളക്കിഴങ്ങൊക്കെ കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഈ രാത്രി മുഴുവൻ അവിടെ പോയിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കുഴപ്പമില്ലെന്ന് കേൾക്കാൻ വേണ്ടിയല്ലേ? അല്ലേ? അപ്പൊ പറയാ ചെന്നിരുന്നിട്ടല്ലേ ഇപ്പൊ കേട്ടത്? അല്ല, അതുകൊണ്ടൊന്നുമല്ല. അവന്റെ വയറിന് വേദന, അയാളുടെ സ്വഭാവത്തെ കുറിച്ച് നമുക്കറിയാം. ഒരുത്തൻ വയറിന് വേദനിക്കുമെന്ന് പറഞ്ഞാൽ ഇത് വയറിന് ഹാർട്ട് വേദന, ഹാർട്ട് അറ്റാക്കിന് വയറിലല്ല വേദന വരുന്നത്. അപ്പൊ പറഞ്ഞാൽ മതി, ഇവിടെ ആണോ വേദന? ആ അവിടെ ആവൻ, ആ കുഴപ്പമില്ല, നീ പെട്ടെന്ന് ചാകുമൊന്നുമില്ല കേട്ടോ, ഒരു ഇഞ്ചി നീരോ വല്ലോ വെച്ച് കഴിക്ക്, കയറി കിടന്ന് ഉറങ്ങ്. അല്ലൊന്ന് പോയി നോക്കൂ, കാരണം ഭയങ്കര വേദനയാണ്. നിന്റെ പറച്ചിൽ കേട്ടതിന് വലിയ വേദനയൊന്നും ഇല്ലല്ലോ, ഒരു ഞരക്കം പോലും ഇല്ല, ചിരിച്ചും കൊണ്ടാണല്ലോ ഒരു നല്ല ഭയങ്കര വേദന. എടാ, ചിരിച്ചും കൊണ്ട് വേദനയാന്ന് പറയത്തക്ക വേദനയാണെങ്കിലേ നീ തന്നെ അങ്ങ് പോയാൽ മതി. പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ആളുകളെ സഹായിക്കാനാണെന്ന് പറയും, പക്ഷേ ഒരു സഹായവും അവർക്കതിൽ ആവശ്യമില്ല. നമ്മൾ അവരെ സ്പോയിൽ ചെയ്യുക ചെയ്യുന്ന വാസ്തവത്തിൽ. അപ്പൊ ഈ പ്രയോറിറ്റി നിശ്ചയിക്കുന്നതിലുള്ളതായിരിക്കുന്ന പരാജയമാണ് നമുക്ക്. സാധാരണ പറയും, ലിസ്റ്റ് ദി ഐറ്റംസ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് വാല്യൂ ആൻഡ് ഇമ്പോർട്ടൻസ്. ഒരു കാര്യത്തിന്റെ മൂല്യവും പ്രാധാന്യവും അനുസരിച്ച് അതിനെ 1, 2, 3 എന്ന ക്രമത്തിൽ എഴുതുക. ഏതൊരു മനുഷ്യരും 3-4 ലിസ്റ്റ് കാണും, പ്രയോറിറ്റി ലിസ്റ്റ്. ഈ 4 ലിസ്റ്റിലെ ഒന്നാമത്തേതായിരിക്കും ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ഈ ലിസ്റ്റിലെ ഒന്നാമത്തെ ചെയ്തിട്ട് ഈ ലിസ്റ്റിലെ ഒന്നാമത്തെ നോക്കണം, എന്നിട്ട് ഈ ലിസ്റ്റിലെ ഒന്നാമത്തെ നോക്കണം, എന്നിട്ട് ഈ ലിസ്റ്റിലെ ഒന്നാമത്തെ നോക്കണം. ഈ ലിസ്റ്റിലെ ഒന്നാമത്തെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ ലിസ്റ്റിലെ ഒന്നാമത്തേത് അപ്രസക്തമായി തീരും, അതിന് പോകേണ്ട ആവശ്യമേ. പെട്ടെന്ന് ഒരാൾക്കൂട്ടം കണ്ടു അവിടെ, നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഒരാൾക്കൂട്ടം കണ്ട് നമ്മൾ ചെയ്യും, വണ്ടി നിർത്തും, നമ്മൾ ഇറങ്ങി അവിടെ ഇങ്ങനെ നിൽക്കും. അപ്പൊ എന്താ, ഒരാൾ ഒരു വണ്ടി താഴെ പോയതാ, നമ്മള് പ്രാർത്ഥനയോത്തിന് വരുന്ന വഴിയാ, ആ വണ്ടി കയറ്റാൻ 2 ദിവസം എടുക്കും, ട്രെയിനും ഒക്കെ വന്ന് വലിച്ചു കയറ്റാൻ അല്ലേ? അവിടെ 2 പേര് മരിച്ചു, പോലീസൊക്കെ വന്ന് പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി. അപ്പൊ നമ്മൾ ചോദിക്കണം, ഞാൻ ഇവിടെ നിന്നാൽ എന്ത് പ്രയോജനം? ഞാൻ ഡോക്ടറല്ല, ടെക്നീഷ്യൻ അല്ല, ഞാനിവിടെ നിന്നാൽ എന്ത് പ്രയോജനം? ഈ ഒരുപക്ഷെ മുറിവേറ്റ് കിടക്കുന്ന ആളിന് ചില പ്രാണവായു കിട്ടുന്നത് തടയാനായിട്ട് ആൾക്കൂട്ടത്തിൽ ഞാനും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യും? അവിടെ ഒരു കാര്യവുമില്ല. ഞാനത് ചോദിക്കുക, എന്താണ് നടക്കുന്ന? ഒരാളെ മുറിവേറ്റതാ, അല്ല സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? സാറേ ആളൊക്കെയാണ്, ഞാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല സാർ, നിൽക്കേണ്ട കാര്യം ഇത്ര കാര്യമുള്ളൂ. ഞാൻ നിന്നാൽ എനിക്ക് അയാളെ പൊക്കാൻ ഒക്കില്ല, ഇന്നത്തെ നിലയിൽ ഒന്നും സഹായിക്കാൻ ഒക്കില്ല, പിന്നെ വേണ്ടി നല്ല വാക്കൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കാം. എന്നാൽ ഞാൻ ഇവിടെ വന്നാൽ ക്ലാസ് എടുക്കാൻ നിങ്ങൾക്ക് ഇത്രയും പേർക്ക് ബൈബിൾ ക്ലാസ് കിട്ടുകയില്ലേ? അപ്പൊ അബ്രഹാം തോമസ് അവർ എന്ത് ചോദിച്ചാൽ, അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അവിടെ വായി നോക്കി നിൽക്കുക. എല്ലാവരും ഒത്തിരി ആളുണ്ട്. അവസാനം ആംബുലൻസ് വന്ന് അവരെ കൊണ്ടുപോയി. നമ്മൾ എന്ത് ചെയ്യും? മണി 9 ഇത്രയും നേരം ഞാനിവിടെ നിന്നിട്ട് എന്ത് ഗുണമുണ്ടായി? എനിക്കുണ്ടായില്ല, അയക്കുണ്ടായില്ല, ഇവിടെ നിന്ന് ആർക്കും ഉണ്ടായി. അപ്പൊ ഈ മുൻഗണനകൾ ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്.
അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. വേറൊരാൾക്ക് അത് വളരെ അർജന്റാണെന്ന് തോന്നും, പക്ഷെ നമ്മൾ വിലയിരുത്തണം അതിക്ക് അർജന്റാണോ. ഓരോ അർജൻസിയും കാണും. നമ്മളിതൊക്കെ പഠിക്കണം. പ്രയോറിറ്റി എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്, എന്തിനു വേണ്ടി എന്തിനെ മാറ്റി വെക്കാം, അതാ പ്രയോറിറ്റി നിശ്ചയിക്കുന്നതിനുള്ള ചോദ്യം. എന്തിനു വേണ്ടി എന്തിനെ മാറ്റി വെക്കാം. ഞാൻ മാറ്റിവെക്കുന്ന എന്തിനു വേണ്ടിയാണോ മാറ്റിവെക്കുന്നത് അക്കാര്യം വളരെ പ്രധാനമുള്ളതും ദൈവത്തിന്റെ പരിപാടിയിൽ ഉന്നതവും ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ വലിയ നഷ്ടം വരുന്നതും ഒക്കെ ആണെങ്കിൽ ഞാൻ മാറ്റിവെച്ചിട്ട് അത് ചെയ്യണം. എന്നാൽ അത് മാറ്റിവെച്ച് ഞാൻ ചെയ്തില്ലേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ വെറുതെ വൈകാരികതയുടെ പേരിൽ ഇങ്ങനെ കാര്യങ്ങൾ, അയലക്കാരൻ വിളിച്ച് പോയില്ലെങ്കിൽ അവനെന്തോ ചിന്തിക്കും, അവൻ എന്ത് വേണം ചിന്തിക്കും, അവൻ ചിന്തിക്കുന്നുണ്ട് എനിക്ക് ജീവിക്കാനുള്ളൂ. നമ്മൾ കാര്യം ചോദിക്കുന്നത് എന്താ കാര്യം, എന്തിനാ വരേണ്ടത്, ഓ വെറുതെ. എടാ വെറുതെ വരാൻ എന്നെ കിട്ടുകയില്ല, നീ അങ്ങ് പോയാൽ മതി അല്ലേ. വെറുതെ ഉള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ, വെറുതെ അവിടെ വരെ ഒന്ന് പോവാൻ. എൻ്റെ അപ്പച്ചൊരു സ്വഭാവം ഉണ്ടായിരുന്നു, എനിക്കിഷ്ടമുള്ള സ്വഭാവം. ആരെങ്കിലും വീട്ടിൽ വന്ന അപ്പച്ചൻ ആദ്യമൊക്കെ ചോദിക്കും എന്താണ് വിശ്വാസം ചോദിച്ചോട്ടെ, പിന്നെ എന്തിനാ കഴിഞ്ഞിട്ട് വന്നു, ഓ വെറുതെ, എന്നാ പൊക്കാട്ടെ, എനിക്ക് വേറെ ജോലി ചെയ്യാനുണ്ട്. നീ വെറുതെ ഇവിടെ നേരം സമയം കളയുന്ന കാര്യമില്ല, നീ പൊക്കാട്ടെ, വേറെ ജോലി ചെയ്യാനുണ്ട്. ഓ വെറുതെയാണ്. എടാ വെറുതെ ആണ്, നീ എൻ്റെ വീട്ടിൽ ഇരുന്നാൽ മതി, എൻ്റെ സമയം കളഞ്ഞിട്ട് പോവാൻ. അതിന്റെ വെറുതെ ചിലർ ഫോൺ ചെയ്യും വലിയ കാര്യമായിട്ട്, എന്താ വിളിച്ചത്, ഓ ചുമ്മാ ഒന്ന് വിളിച്ചു, സാറെ വിളിച്ചിട്ട് കുറേ കാലമായി. അത് എന്നാൽ ഫോൺ ഞാനിവിടെ ഓൺ ചെയ്ത് വെച്ചേക്കാം, നീ സംസാരിക്കുക. ഏത്, എനിക്ക് ആൾക്കാരും ജോലി ചെയ്യാനുണ്ട്, ഞാനത് ചെയ്യട്ടെ. അല്ലെ പറയാനുള്ള കാര്യം 2 മിനിറ്റ് 1 മിനിറ്റേ ഉള്ളൂ, പറഞ്ഞോണം. നാളെ അച്ചായൻ ഫ്രീ ആണ്, നാളെ ഫ്രീ, എന്തിനാ, ഇന്ന കാര്യത്തിനാ. അതിന് ഞാൻ പറഞ്ഞ കാര്യമുണ്ടോ, ഞാൻ വേറെ ആളെ വിട്ടാൽ പോരാ സഭയിൽ, എന്നാലും മതി. അത് ഞാൻ തന്നെ പറഞ്ഞു, വൈകാരിക ആവശ്യമാണെന്ന്, ശരി ഞാൻ തന്നെ പറഞ്ഞു. അപ്പോ കാര്യം ചോദിച്ചറിഞ്ഞ് ആവശ്യമാണെങ്കിൽ ചെയ്യണം, ആവശ്യമില്ല ചെയ്യണ്ട. അവർക്ക് പ്രധാനപ്പെട്ടതാണെന്ന് വിചാരിച്ചാൽ നമുക്ക് പ്രധാനപ്പെട്ടതാണോ എന്നുണ്ടോ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആശുപത്രിയിൽ പോയി എവിടെ ഇരിക്കുമ്പോൾ എത്ര രാവിലെ 6 മണി ആയപ്പോൾ ചെന്നിരിക്കുക, 8 മണി ആയപ്പോൾ ഡോക്ടർ ഇറങ്ങി ഒരു പോക്ക്. എവിടെ പോവാ, വാർഡിൽ പോവാ, അവിടെ ചില രോഗികളെ നോക്കാൻ. പിന്നെ വന്നു, ഇപ്പൊ നമ്മളെ വിളിക്കുമെന്ന് വിചാരിച്ചിട്ട് ഡോക്ടർ കൊണ്ട് പെട്ടെന്ന് ഇറങ്ങി പോകുന്നു, കാഷ്വാലിറ്റി പോരാ, എമർജൻസി വന്നു. പിന്നെ നമ്മൾ അവിടെ ഇരിക്കുക, കുത്തിയിരിക്കുക, എത്ര നേരമായി, രാവിലെ 7 മണിക്ക് വന്നാൽ 12 ഡോക്ടർ വന്നു, ഒരാളെ വിളിച്ചു, എന്നിട്ട് പെട്ടെന്ന് പിന്നെ ഡോക്ടർ പോയി. എന്തിനാ, ഒരു ആക്സിഡന്റ് ആയി, എമർജൻസിയിൽ ആളിനെ കൊണ്ടുവന്നിരിക്കുന്നു. ഡോക്ടർക്ക് അറിയാം മുൻഗണന ഏതാണെന്ന്. ഇവിടെ 7 മണി തുടങ്ങി ഇവിടെ വന്നിരുന്നിട്ട് ഒന്നും പറ്റിയിട്ടില്ല, നമുക്ക് പറ്റിയോ, ഹാർട്ട് അറ്റാക്ക് വരികയോ അവിടെ നിന്ന് ഛർദ്ദിക്കുകയോ ബോധം കെട്ടുവീഴുകയോ ഒന്നും ചെയ്തില്ലല്ലോ. 7 തുടങ്ങി 12 വരെ അവിടെ ഇരുന്നിട്ട് ഒന്നും പറ്റിയില്ല. ഇനി 12 തുടങ്ങി രാത്രി 12 വരെ അവിടെ ഇരുന്നാൽ നമുക്കൊന്നും പറ്റില്ല, അത് ഡോക്ടർക്ക് അറിയാം. അപ്പൊ ഡോക്ടറുടെ പ്രയോറിറ്റി അനുസരിച്ച് ഡോക്ടർ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മുടെ ഇത് മുഷിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ചില ആശുപത്രിയിൽ പിന്നെ 100 രൂപ എക്സ്ട്രാ കൊടുക്കാമെങ്കിൽ പ്രയോറിറ്റി ടോക്കൺ കിട്ടും. അത്ര അത്യാവശ്യമാണ് 100 രൂപ മുടക്കി പ്രയോറിറ്റി ടോക്കൺ എടുത്തിട്ട് ഇറങ്ങി വരുമ്പോൾ ഡോക്ടർ പറയും ഓരോരുത്തർക്കും വന്നിരിക്കുക, ഒരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞ പ്രയോറിറ്റി നമ്മൾ നിശ്ചയിക്കണം. ഇറ്റ് ടേക്സ് ഇന്റലിജന്റ് ഇവാലുവേഷൻ ആൻഡ് കെയർഫുൾ അനാലിസിസ് ടു മേക്ക് എ മീനിങ്ഫുൾ പ്രയോറിറ്റി ലിസ്റ്റ്. ഓരോ ദിവസവും ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കണം. ഇന്ന് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ലിസ്റ്റ് അനുസരിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ദൈവത്തിന് മഹത്വം പോകുമോ, സഭയുടെ അനുഗ്രഹം പോകുമോ, എൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹം പോകുമോ, ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ എന്താ, ചെയ്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല, എന്താ അതങ്ങോട്ട് മാറിയിരിക്കട്ടെ. അങ്ങനെ പ്രയോറിറ്റി നോക്കി വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെയൊന്നുമല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ആളുകളുടെ സമ്മർദ്ദത്തിനും സ്നേഹം നിലനിർത്താൻ വേണ്ടി ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്താൽ നമുക്ക് ക്രിസ്ത്യനിൽ വിജയിക്കാനായിട്ട് സാധിക്കില്ല. 10ാമത് ഡിസിപ്ലിൻ ഓഫ് ഫാമിലി ലൈഫ്, കുടുംബജീവിതത്തിന്റെ അച്ചടക്കം. ദൈവത്തിന്റെ പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബമാണ്. നമുക്കറിയാം, ദൈവം ആദ്യം സ്ഥാപിച്ച സ്ഥാപനം എന്ന് പറഞ്ഞാൽ കുടുംബമോ, രാഷ്ട്രവും അല്ല, ഗവൺമെന്റും അല്ല, സഭയും അല്ല, ഇസ്രയേലും അല്ല, ഒന്നുമല്ല, കുടുംബം ആദ്യം സ്ഥാപിച്ചു. അപ്പൊ കുടുംബത്തിന് 1ാം പ്രയോറിറ്റി. അതുപോലെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഭാര്യയേ ഉള്ളൂ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കും. പിന്നെ പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. അതൊക്കെ സഭയുടെ കോൺടെക്സ്റ്റ് ഉള്ളതായിരിക്കുന്ന കൽപ്പനകൾ. അപ്പൊ കുടുംബത്തിന് വളരെ പ്രയോറിറ്റി ഉണ്ട്. പക്ഷെ ഇവിടെയാണ് പലരും പരാജയപ്പെടുന്നത്. പിള്ളേർക്ക് അസുഖമാണെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ സമയമില്ല, പക്ഷെ അയൽവക്കത്തെ കൊച്ചിന് അസുഖമാണെങ്കിൽ
ആ കൊച്ചിനെയും കൊണ്ട് ആശുപത്രി പോയ സമയമുണ്ട്. ധാരാളം പേര് അങ്ങനെ പോകും. കൂട്ടുകാരൻ്റെ കൊച്ചിനെയും കൊണ്ട് ആശുപത്രി പോയിരിക്കുക, നിന്റെ കൊച്ചിനെയോ. കാരണം അവർക്ക് കുടുംബം പ്രയോറിറ്റി ലിസ്റ്റിൽ പെടുന്ന കാര്യമല്ല. അതുകൊണ്ട് അവരുടെ പിള്ളേരെ സമയത്ത് സ്കൂളിൽ കൊണ്ട് ചേർക്കുകയില്ല, അവരുടെ PTA മീറ്റിങ്ങിന് പോവില്ല, അവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതെന്ന് അന്വേഷിക്കുകയില്ല. എന്നാൽ കൂട്ടുകാരുടെ കൂടെ എവിടെയെല്ലാം പോവും, എന്തിനെല്ലാം കാര്യങ്ങൾക്ക് പോവും. ജീവിതത്തിൽ പ്രയോറിറ്റി കുടുംബത്തിന് സ്ഥാനം കൊടുക്കാത്തതായിരിക്കുന്ന ആളുകൾ. വിവാഹത്തോടുകൂടെ ഒരു കുടുംബം തുടങ്ങുകയാണ്, ഭാര്യയും ഭർത്താവും. അത് കഴിഞ്ഞ് മക്കൾ ജനിക്കുമ്പോൾ കുടുംബം വിശാലമാവുകയാണ്. പിന്നെ മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ മക്കളോട് വന്ന് താമസിക്കുന്നു, അപ്പോൾ കുടുംബം പിന്നെയും വിശാലമാവുകയാണ്. ഇതെല്ലാം നിങ്ങളുടെ കുടുംബമാണ്, ഇതെല്ലാം നിങ്ങളുടെ കുടുംബം. ഭാര്യാഭർത്തൃ ബന്ധമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ബയോളജിക്കൽ റിലേഷൻഷിപ്പ് പോലെയാണ്. തലയും ശരീരവും എന്നാണ്. അത് ബയോളജിക്കൽ റിലേഷൻഷിപ്പ് അല്ല. ഒരു മനുഷ്യന്റെ തലയും ശരീരവും എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ റിലേഷൻഷിപ്പാണ്. ഭർത്താവിനെ തലയെന്നും ഭാര്യയെ ശരീരവും എന്നാണ് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ലൈക്ക് എ ബയോളജിക്കൽ റിലേഷൻഷിപ്പ്. അപ്പൊ എൻ്റെ ശരീരത്തിനൊരു വേദന വന്നാൽ എൻ്റെ തലയറിയുന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്കെന്തോ കാര്യമായ കുഴപ്പമുണ്ടില്ലേ. ഒരു ദൈവദാസൻ, വളരെ വലിയ ദൈവദാസനാണ്, കേരളത്തിലെല്ലാം അറിയപ്പെടുന്ന ആളാണ്. ഞാനും അദ്ദേഹത്തെ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തീരെ ഗൗനിച്ചില്ലെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഏതായാലും ഒരിക്കലൊരു കല്യാണത്തിന് പോകാനായിട്ട് ഇങ്ങനെ ആ മഹാനായ മനുഷ്യനെ, അദ്ദേഹത്തെ വിമർശിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, ഞാൻ വിമർശിക്കുകയല്ലെങ്കിലും പറയുകയാണ്, ഒരു വിമർശനമാണെങ്കിലും. അങ്ങനെ കല്യാണത്തിന് പോകാനായിട്ടൊക്കെ അദ്ദേഹത്തെ വിളിച്ച് ഒരുങ്ങി. അപ്പം ഭാര്യ എങ്ങും കൊണ്ടുപോകാറില്ല. അവസാനം ഭാര്യയോട് പറഞ്ഞു, എടി നീ ഇന്ന് എൻ്റെ കൂടെ വരിക കല്യാണത്തിന് പോകാൻ. ഓ, വളരെ സന്തോഷം. സമയമായപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നിന്നിട്ട് നോക്കിയിട്ട് ഭാര്യയെ കാണുന്നില്ല. പെരയുടെ പുറവശത്തോട് ഇരുന്നപ്പോൾ 5-10 ചട്ടിയും കലവും കൊണ്ട് അതിൻ്റെ നടുക്ക് ഒരു സ്ത്രീ നിൽപ്പുണ്ട്. ഒരു പഴയ എടുത്തുകൊടുത്തിട്ട് 1 മാസമായ ഒരു മുണ്ടും അതേ ഉള്ളു അവർക്ക്. കല്യാണത്തിന് പോകാനുള്ള ആകെ വസ്ത്രം ഇതാ. അപ്പോൾ ആ മനുഷ്യനോട് വന്നൊരു പാട്ട് എഴുതി, അകലങ്ങൾക്കിടയിൽ നീ ആകുലയായി കിടന്ന, അകലങ്ങൾക്കിടയിൽ നീ ആകുലയായി കിടന്ന, നാഗനാഥൻ കടാക്ഷിക്കും നിന്റെ മേൽ. പോരെ, നീ കലത്തിനിടയിൽ ആകുലയായി കിടന്നാൽ സ്വർഗത്തിന്റെ നാഥൻ നിന്നെ കടാക്ഷിക്കും. എന്നാ ഞാൻ പോയിച്ചു വരട്ടെ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. പാട്ടെഴുതി മഹത്വം പറഞ്ഞിട്ട് കാര്യമായില്ല. അദ്ദേഹം ചെയ്യേണ്ടത് പോയി കടയിൽ പോയി ഭാര്യയ്ക്ക് ഒരു കച്ചോറിയും ഒരു നേരിതും ചട്ടയും എന്തൊക്കെയാ വാങ്ങിയ. അന്നേരം വാങ്ങിയ കാലത്ത് തയ്ച്ചൊന്നും കിട്ടത്തില്ല. എങ്കിലും ഞാൻ പറഞ്ഞു അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അതൊന്നും ചെയ്യാതെ നമ്മൾ ചിലപ്പോ ഭാര്യയ്ക്ക് വേണ്ടി പാട്ട് പാടും, മക്കൾക്ക് വേണ്ടി പാട്ട് പാടി കൊടുക്കും, അല്ലേ? അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ കുടുംബത്തിന്റെ പ്രയോറിറ്റി നമ്മൾ നോക്കണം. ദൈവം സ്ഥാപിച്ച കുടുംബം, അതിപ്രധാനമായ കുടുംബം. ഭാര്യയ്ക്ക് ഭർത്താവും, ഭർത്താവിന് ഭാര്യയും, ഭാര്യ ഭർത്താക്കന്മാർക്ക് മക്കള്, മക്കൾക്ക് മാതാപിതാക്കള്, സിബ്ലിങ്സ്, സഹോദരി സഹോദരങ്ങള്, ഇതൊക്കെ വലിയ ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങള് നമ്മൾ പാലിക്കേണ്ടത് ആവശ്യമാണ്. 11ാമതായിട്ട് ദ ഡിസിപ്ലിൻ ഓഫ് ലവ്, സ്നേഹത്തിന്റെ അച്ചടക്കം. സ്നേഹത്തിന്റെ അച്ചടക്കം. ഈ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നാച്ചുറലായിട്ട് ഇനി ഒഴുകി വരുന്നതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒഴുകി വരേണ്ടതാണ്, പക്ഷെ വരുന്നില്ല. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കാൻ പറഞ്ഞു. ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ നാം അന്യോന്യം സ്നേഹിക്കണമെങ്കിൽ ആദ്യം നാം ചെയ്യേണ്ടത് എന്താ? ക്രിസ്തു എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചത് പഠിക്കണ്ടേ? എന്നിട്ട് വേണ്ടി അതുപോലെ തന്നെ സ്നേഹിക്കാൻ. ക്രിസ്തു എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്, ക്രിസ്തു സഭയെ എങ്ങനെയാണ് സ്നേഹിച്ചത്, അതുപോലെ നമ്മൾ സ്നേഹിക്കണം. ക്രിസ്തു സഭയെ സ്നേഹിച്ച് സഭയ്ക്ക് വേണ്ടി തന്നെ കൊടുത്തു. സാക്രിഫൈസിങ് ലവ്. വചനത്തോടുകൂടി ജലസ്നാനത്താൽ അവളെ ശുദ്ധീകരിച്ചു. ഇറ്റ് സാങ്ക്ടിഫൈങ് ലവ്. അതുപോലെ ക്രിസ്തു സഭയ്ക്ക് ചെയ്തപ്പോൾ എന്താണ്? എല്ലാവിധ കൃപാദാനങ്ങളാലും സഭയെ അങ്ങോട്ട് അലങ്കരിച്ചു. ഇറ്റ് വാസ് എ സാറ്റിസ്ഫൈങ് ലവ്. കർത്താവിന്റെ സ്നേഹമാണ്. ഭാര്യമാരും ഭർത്താക്കന്മാരും ഭാര്യമാരെയും അങ്ങനെ തന്നെ സ്നേഹിക്കണം, സാക്രിഫിഷ്യലായിട്ട് സ്നേഹിക്കണം. പണ്ടൊക്കെ CSIക്കാരുടെ കല്യാണങ്ങൾക്ക് പറയുമായിരുന്നു, നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടിക്കണം, നീ ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണം എന്നൊക്കെ പറയും. ഇപ്പോഴാരും പറഞ്ഞ് കേൾക്കാറില്ല, ഞാനും പറയാറില്ല. കാരണം ഇപ്പോഴത്തെ ഭാര്യമാർക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, അവർക്ക് ജോലിയുള്ളതുകൊണ്ട് അവർ പോയി വാങ്ങിച്ചോളും. അപ്പൊ ഇന്നിപ്പോ പറയേണ്ടത് ആകെ കൂടെ, നിനക്ക് കാശില്ലെങ്കിൽ നീ അവൾക്ക് കാശ് കൊടുക്കണം.
അത് വരെയില്ലല്ലോ. ഹണി എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ മണി, ഭാര്യയെ ഹണി എന്ന് വിളിക്കുന്ന അപൂർവ സന്ദർഭങ്ങൾ നമ്മുടെ പേഴ്സിൽ കാശില്ലാതെ വരുമ്പോഴാണ്. അത് അവർക്കറിയാം. അപ്പൊ അവർ ചോദിക്കും ഹണി, മണി. ഇത്ര സ്നേഹമാണ് നമുക്കുള്ളത്. ഇല്ല. ഡിസിപ്ലിൻ ഓഫ് ലവ്, സ്നേഹിക്കാൻ പഠിക്കണം. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. കർത്താവിന്റെ സ്നേഹത്തിന് ആരംഭവുമില്ല, അന്ത്യവുമില്ല. നിത്യത തുടങ്ങി നിത്യത വരെയുള്ള സ്നേഹം. ഈ ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ നമ്മളെ സ്നേഹിക്കാൻ ആരംഭിച്ചതാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതിയതാണ്. എന്തു സ്നേഹമാണ്! കർത്താവിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനം കാൽവറിയിലെ ക്രൂശാണെന്ന് പറയാറുണ്ട്. ആണെന്ന് ഞാനും വിചാരിക്കുന്നു. പക്ഷേ ഞാൻ ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ സൃഷ്ടിയിലാണ് ഏറ്റവും വലിയ സ്നേഹം. നിങ്ങളൊരു സാധനം ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട് ഈ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടിത്തെറിച്ച് ഞാൻ ചത്തുപോകും. നിങ്ങൾ എന്ത് ചെയ്യും ആ സാധനത്തെ കുറിച്ച്? നിങ്ങൾ തുടർന്ന് ആ സാധനത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നയാളോ വഹിക്കുന്ന ആളോ? കർത്താവ് നമ്മെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, തല എങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് മനസ്സിലാക്കി ഈ തല കൊണ്ടാണ് ഇവന്മാര് എന്നെ ക്രൂശിക്കാനും കൊല്ലാനും ചിന്തിക്കാൻ പോകുന്നത്. അപ്പൊ കർത്താവ് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ അടി കൊടുത്താൽ മതിയായിരുന്നു. അപ്പൊ നമ്മളൊക്കെ എങ്ങനെ ഇരുന്നേനി? ദോശ പോലെ വരന്നിരുന്നേനെ. കണ്ണുണ്ടാക്കിയപ്പോ ഈ കണ്ണും കൊണ്ടാണ് അവന് എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളെ നോക്കി ആസ്വദിക്കാൻ പോകും. നാക്ക് സൃഷ്ടിച്ചപ്പോ ഈ നാക്കും കൊണ്ടാണ് അവനെ ക്രൂശിക്ക എന്ന് വിളിച്ചു പറയുന്നത്. നാക്ക് ഒരൊറ്റ മുറുകെ അവിടെ വെച്ച് മിണ്ടുമില്ല. കൈ സൃഷ്ടിച്ചപ്പോ ഈ കൈ കൊണ്ടാണ് ചുറ്റുകയും കാര്യം പാണി എടുത്തിന്റെ കയ്യിൽ അടിച്ചു കയറ്റാൻ പോകുന്നത്. ആ കൈ അവിടെ വെച്ച് ഓടിച്ചു കളഞ്ഞു. അപ്പൊ കർത്താവിന്റെ ആ സൃഷ്ടികർമ്മം പൂർത്തീകരിക്കുമ്പോൾ കർത്താവിന്റെ മനസ്സിൽ കൂടെ നാം ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികളും കർത്താവിനെ ദുഷിക്കുന്നതും എല്ലാം അറിഞ്ഞും കൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. പിന്നെ അതിന്റെ പൂർത്തീകരണമാണ് ക്രൂശി നടന്നത്. കർത്താവ് അതെല്ലാം അറിഞ്ഞു. അല്ല ഒന്നും അറിയാതൊന്നുമല്ല, എല്ലാം അറിഞ്ഞു. നാം ആരാണെന്നും നാം എന്ത് ചെയ്യുമെന്നും നാം എന്ത് സംസാരിക്കുമെന്നും എല്ലാം. കർത്താവ് ശിഷ്യന്മാർ തന്നെ പറഞ്ഞില്ലേ, 3 ദിവസം കഴിച്ച് പ്രസവയാകുന്നു, മനുഷ്യപുത്രേക്ക് പോകും, അവിടെ ചെയ്യും, എന്ത് ചെയ്യും? ശാസ്ത്രിമാരുടെയും മാവരുടെ കയ്യിലേർപ്പെടും. എന്നിട്ട് അവനെ പീലാത്തോസിനെ ഏൽപ്പിക്കും. എന്നിട്ട് ന്യായവിസ്താരം ചെയ്ത് എന്നെ കൊണ്ട് ക്രൂശിക്കുമെന്ന്. എന്നിട്ടും പിന്നെ എന്തിനാ ഇതിനൊക്കെ പോയത്? ആണെന്ന് കർത്താവിന്റെ സ്നേഹമെന്ന്. ദാറ്റ്സ് എ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കപ്പെടുന്നതായിരിക്കുന്ന ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് വരുന്നതായിരിക്കുന്ന നഷ്ടവും കഷ്ടവും എത്രയെന്ന് നോക്കാതെ നമ്മൾ പ്രവർത്തിക്കുന്നതിനാ സ്നേഹം എന്ന് പറയും. ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതാണ്. മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് ദൈവത്തിനും ദൈവത്തിന്റെ പുത്രനും വരാൻ പോകുന്ന നഷ്ടവും കഷ്ടവും ഓർത്തിട്ടും അറിഞ്ഞിട്ടും അത് വകവെക്കാതെ എന്നാലും ഞാൻ അവനെ സൃഷ്ടിക്കും, അത്രമാത്രം എനിക്ക് അവരുടെ സ്നേഹം എന്ന് പറഞ്ഞ് നമ്മളെ സൃഷ്ടിച്ച ആ സ്നേഹം എന്തോ ഒരു അപാരമായിരിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹമാണ് നാമും പഠിക്കേണ്ടത്. നമ്മളെ തന്നെ ഡിസിപ്ലിൻ ചെയ്യേണ്ടത് അതാണ്. നമുക്കൊന്നും കഴിയില്ല. നമ്മളെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുമോ? നമ്മോട് ദൈവം പറഞ്ഞിരിക്കുന്നതിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ദൈവത്തെ സ്നേഹിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ മുഴുവൻ വ്യക്തിത്വവും, നിന്റെ മുഴുവൻ ചിന്താശക്തിയും, നിന്റെ മുഴുവൻ വൈകാരികതയും, നിന്റെ മുഴുവൻ ഇച്ഛാശക്തിയും ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നീ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. നിന്റെ വ്യക്തിത്വത്തിന്റെ എല്ലാ മേഖലകളും എന്നെ സ്നേഹിക്കാനായിട്ട് ഉപയോഗിക്കുമോ? അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞപ്പോൾ നിന്നെ പോലെ തന്നെ സ്നേഹിച്ചാൽ മതി. ദൈവത്തെ സ്നേഹിക്കാൻ പറഞ്ഞപ്പോൾ എന്നെ പോലെ സ്നേഹിച്ചാൽ പോരെ. അതിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും വേണം. ദൈവത്തെ സ്നേഹിക്കുന്നത് 100% കൊടുക്കും. അയൽക്കാരനെ സ്നേഹിക്കുമ്പോൾ ഞാൻ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു ആളവനുസരിച്ച് സ്നേഹിക്കാം എന്ന് മാത്രമല്ല, അയൽക്കാരനെ സ്നേഹിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കാര്യമായിട്ട് പറഞ്ഞിട്ട് വളരെ കുറച്ചേ ഉള്ളൂ. വിശക്കുന്നെങ്കിൽ ആഹാരം കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവൻ ഉപദ്രവിക്കരുതെന്നാണ്. അയൽക്കാരൻ നിന്റെ മക്കളെ കൊല്ലണമെന്ന് ആഗ്രഹിക്കാത്തപോലെ നീ അയൽക്കാരന്റെ മക്കളെ കൊല്ലരുത്. അയൽക്കാരൻ നിന്റെ ഭാര്യയുടെ വരണമെന്ന് നീ ആഗ്രഹിക്കാത്ത പോലെ നീ അയൽക്കാരന്റെ ഭാര്യയുടെ പോകരുത്. അയൽക്കാരൻ നിന്റേത് മോഹിക്കരുതെന്ന് ആഗ്രഹിക്കുക, നീ അയൽക്കാരനെ മോഹിക്കരുത്. അപ്പോ വാസ്തവത്തിൽ അയൽക്കാരനെ സ്നേഹിക്കുന്ന സ്നേഹത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ചെയ്യാനില്ല, ദോഷമൊന്നും ചെയ്തെന്നാ പറഞ്ഞാൽ. നീ ദോഷമൊന്നും ചെയ്യാതെ അവനെ ജീവിക്കാൻ അനുവദിക്കും. പിന്നെ അവൻ വിശക്കുന്നെങ്കിൽ നീ അവൻ എന്തെങ്കിലും ജീവിക്കാൻ സഹായമായി കൊടുക്കാം. അല്ലാതെ എപ്പോഴും പോയി അയൽക്കാരനെ കെട്ടിപ്പിടിച്ച് എനിക്കിതിനോട് സ്നേഹമാണെന്ന് പറഞ്ഞ് മുമ്പും കൊടുത്ത് എന്നും രാവിലെ അങ്ങനെയൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. ദൈവത്തെ സ്നേഹിക്കുന്ന അങ്ങനല്ല പറഞ്ഞത്. നിന്റെ മുഴുവൻ ശക്തിയും, നിന്റെ ബുദ്ധിയും, നിന്റെ ശക്തിയും, നിന്റെ വ്യക്തിത്വവും, നിന്റെ വികാരവും, നിനക്കുള്ളതെല്ലാം പൂർണ്ണം 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 എന്നാ പറയുന്നത്. 99.99 പോരാ.
100% ഉപയോഗിച്ച് ദൈവത്തെ സ്നേഹിക്കണം. അപ്പോൾ അതാണ് സ്നേഹത്തിന്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതാണ് ദൈവത്തെ അങ്ങനെ സ്നേഹിക്കാനായിട്ട് നമ്മളെ തന്നെ ഒരച്ചടക്കത്തിലേക്ക് വരണം. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് കഴിയൂ. 12ാമത്തെ അച്ചടക്കം എന്ന് പറയുന്നത് ദ ഡിസിപ്ലിൻ ഓഫ് ഫോർഗിവ്നെസ്, ക്ഷമിക്കാനുള്ള അച്ചടക്കം. ഇത്രയും പ്രയാസമുള്ള കാര്യം. ക്ഷമിക്കുക എന്ന് പറയുന്നത്, പ്രതികാരം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലുള്ള ഒരു കാര്യമാണ്. പഴയ നിയമത്തിൽ പറഞ്ഞ് പല്ലിന് പകരം പല്ല, കണ്ണിന് പകരം കണ്ണ്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞിട്ട് ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവരോട് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. പഴയ നിയമത്തിൽ സ്നേഹമില്ലെന്നല്ല, പഴയ നിയമത്തിന്റെ ഇക്കോണമി വേറെ ഇക്കോണമി ആയിരുന്നു. അതൊരു ലാൻഡ് റിലേറ്റഡ് ഇക്കോണമി ആയിരുന്നു. കനാൻ എന്ന് പറഞ്ഞ ഒരു ദേശവും അവിടെയുള്ള ആളുകളെ നീക്കി നിങ്ങൾക്ക് ആ ദേശം തരും. ആ ദേശം അനുഗ്രഹിക്കപ്പെടാനായിട്ട് നിങ്ങൾ പാലിക്കേണ്ടതായിരിക്കുന്ന ഒത്തിരി നിയമങ്ങളുണ്ട്. നാം സ്വർഗീയ പൗരന്മാരാണ്. സ്വർഗത്തിന്റെ പൗരന്മാരായിട്ട് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന നിയമങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ നിയമങ്ങളിൽ ഒന്നാണ് ക്ഷമിക്കുക. നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച എന്താ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ. നമ്മൾ മിക്കവാറും പേരുടെ കടങ്ങളെ ദൈവം ക്ഷമിച്ചു തരൂല്ല. അതിന്റെ കാരണം എന്താണെന്ന്, നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിച്ചിട്ടില്ല. നിങ്ങളുടെ അരയേക്കർ സ്ഥലവും അതിൽ മാന്തി എടുക്കുന്ന അയൽക്കാരനെ നിങ്ങൾ ക്ഷമിക്കുമോ? ഒരു 2 ഇഞ്ച് എടുത്താൽ മതി, നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം, മാനനഷ്ടം ഇതെല്ലാം വരുത്തിയ ഒരു അയൽക്കാരനെ നിങ്ങൾ സ്നേഹിക്കുമോ? സ്നേഹിക്കാൻ ഒക്കില്ല. കർത്താവ് പറഞ്ഞ് സ്നേഹിക്കണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ, അതാണ് സ്റ്റാൻഡേർഡ്. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം സംഭവിക്കേണ്ടത് എന്താണ്? എൻ്റെ ക്ഷമയാണ്. ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ എന്നോടൊന്നാണ്. ഒരു കാര്യം ക്ഷമിച്ചാൽ പിന്നെ അതേക്കുറിച്ച് പരാമർശമില്ല ജീവിതത്തിൽ മരിക്കുന്നത് വരെ. അങ്ങനല്ല, അതൊരു കുറിച്ച് വെച്ചേക്കും. സമാനമായ ഒരു തെറ്റ് മറ്റേ പാർട്ടിയുടെ കഴിഞ്ഞ വർഷം ഈ തീയതി നീ ഇത് തന്നെ ചെയ്തതാണ്, ഇത് 2ാമത്തെ പ്രാവശ്യമാണ്, പ്രാവശ്യം ഞാൻ നിനക്ക് ക്ഷമിക്കുകയില്ല. നമ്മൾ പറയാൻ ആ റെഫറൻസ് ഇല്ല, അത് കുറിച്ച് വെച്ച പോയി, അത് മറന്നു, ക്ഷമിച്ചു കഴിഞ്ഞു. പുറകിലോട്ട് കടലിലേക്ക് അങ്ങ് എറിഞ്ഞു കഴിഞ്ഞു. ഭർത്താവ് അങ്ങനെ ചെയ്യുന്നത്, ക്ഷമിച്ച കാര്യം പുറകോട്ട് അങ്ങ് എറിയുക. പിന്നെ അതേക്കുറിച്ച് ഏറ്റു പറയേണ്ട കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞ കാലമല്ലേ, അതെവിടാന്ന് പോലും എനിക്കറിയില്ല. പുറമോട്ട് പറഞ്ഞാൽ എവിടെ നിന്ന് വീഴുന്നറിയാം. കടൽത്തീരത്ത് നിന്ന് ഒരു കല്ലെടുത്തിട്ട് നിങ്ങൾ പുറമോട്ട് തിരിഞ്ഞിട്ട് കരയെ ഫേസ് നിന്നിട്ട് ഇങ്ങനെ ഒന്ന് പുറമോട്ട് എറിഞ്ഞു കുറച്ചു നേരം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കി എവിടെയാ കല്ല് വീണ. ഇങ്ങനെ നമ്മൾ ക്ഷമിക്കേണ്ടത്. അപ്പോൾ ഈ ഫോർഗീവ്നെസ്സിന്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു വലിയ ഡിസിപ്ലിനാണ്. നമുക്കത് കഴിയണം. യേശു അത് കാണിച്ചു തന്നിട്ടുണ്ട്. കാൽവറിലെ ക്രൂശിൽ തന്നെ ക്രൂശിച്ച ആളുകൾക്ക് വേണ്ടി കർത്താവ് എന്താ ചെയ്തത്? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അവർ ചെയ്യുന്നത് അവർക്കറിയില്ല. ഇവൻ ദൈവപുത്രനാണെന്നും ഇസ്രായേലിന്റെ മെശിഹായി വരേണ്ടവനാണെന്നും മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടിയാണ് മരിക്കുന്നതെന്നും മരിച്ചടക്കപ്പെട്ട 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും പിന്നെ രാജാവായി വന്ന് ലോകത്തെ വിധിക്കേണ്ടത് ഇവനാണെന്നും ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കേണ്ടത് ഇവനാണെന്നും ഇതുവല്ലോ അവർക്കറിയാമോ? അവർക്ക് ഇതൊന്നും അറിയില്ല. അവർക്ക് ആർക്കൂടെ അറിയാവുന്ന മറിയയുടെ മകൻ, മറിയന് ഏതോ അമേരിക്കാരിലുണ്ടായ മകൻ, അറിയത്തില്ല. കർത്താവ് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിയില്ല, ക്ഷമിക്കണം. പലപ്പോഴും നമുക്കും അതേ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരും പല പ്രാവശ്യം. അവരോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന. 13ാമത്തെ ഡിസിപ്ലിൻ, ദ ഡിസിപ്ലിൻ ഫോർ ഗുഡ് വർക്ക്സ്. സൽപ്രവൃത്തികൾ ചെയ്യാനുള്ള ഒരു അച്ചടക്കം നമുക്കുണ്ടാകും. നമ്മുടെ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് അതാണ്. സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശു സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ട ദൈവം മുന്നൊരുക്കിയിരിക്കും. അങ്ങനെയല്ലേ എഫേസ്യർ 2-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ വായിക്കുന്നത്. അങ്ങനെയാ വായിക്കുന്നത്. നിങ്ങളുടെ സൽപ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്താൻ ഇടയാകുമെന്ന് മത്തായി 5-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞത്. നിങ്ങൾക്ക് ദാനമായി ലഭിച്ച് നിങ്ങൾ ദാനമായി കൊടുപ്പിരുന്ന കർത്താവ് 10-ാം അധ്യായം മത്തായി 10-ൽ പറഞ്ഞു. കർത്താവിനെ പറ്റി പൗലോസപ്പോസ്തലൻ പറഞ്ഞെന്തെന്നറിയോ? അവൻ യഹൂദ, ഗാലിലി മുതലായ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് നന്മ ചെയ്തുകൊണ്ടിരുന്നു. നന്മ ചെയ്തുകൊണ്ട്, അങ്ങനെയാണ് കർത്താവിനെ കുറിച്ച് പറഞ്ഞത്. സ്ത്രീകളോട് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് എന്താ? സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ട, സൽപ്രവൃത്തികളെ കൊണ്ടത്രേ. പത്രോസ് അത് തന്നെ പറഞ്ഞു. വിധവമാരോട് പറഞ്ഞ എന്താണ്?
അവരും അത് തന്നെ ചെയ്യണം. തിമോഥെയോസിന്റെ ലേഖനം 1 തിമോഥെയോസ് 5-ാം അധ്യായത്തിൽ അവര് ഉപവാസവും പ്രാർത്ഥനയും സൽപ്രവൃത്തികളും. ധനവാന്മാരോട് പറഞ്ഞ എന്താ? ഈ ലോകത്തിലെ ധനവാന്മാരുടെ സമ്പത്ത് ഔദാര്യമായി ദാനശീലരായി വാരി വിതറി കൊടുക്കണമെന്നവർ, വാരി വിതറി കൊടുക്കണം. യാക്കോബ് പറഞ്ഞു, ദൈവത്തിന് മുൻപാകെയുള്ള നല്ല ഭക്തി ഏതാണ്? അനാഥരെ വിധവമാരെ അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ സഹായിക്കുന്ന. സദൃശവാക്യം 31-ാം അധ്യായത്തിലെ സാമർത്ഥ്യമുള്ള സ്ത്രീയെ പറ്റി പറയുന്നത് എന്താ? അവൾ തന്റെ കൈ സാധുക്കളുടെ അടുക്കിലേക്ക് നീട്ടുന്നു എന്നാ. ഒനേസിഫോറോസിനെ പറ്റി പൗലോസ് പറഞ്ഞു 2 തിമോത്തി 1:15-18. അവൻ എന്നെ അന്വേഷിച്ച് എഫെസോസിൽ വന്ന് ഉപകാരം ചെയ്തു, ഇവിടെ റോമിലും വന്നു ചെയ്തു. അവൻ എന്തെല്ലാം നന്മകൾ ചെയ്തിരിക്കുന്നു. ദൈവം ആ നാളിൽ അവനോട് കരുണ കാണിക്കുന്നു. പ്രിയഗായസേ, നീ സഹോദരന്മാർക്ക് വേണ്ടി ചെയ്യുന്ന സൽപ്രവൃത്തികളെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞു. എബ്രായലേഖനം 13-ാം അധ്യായത്തിൽ പറയുമ്പോൾ സൽപ്രവൃത്തികൾ അതിസൽക്കാരം നിലനിൽക്കട്ടെ, അതിനാൽ അറിയാം ദൂതന്മാരെ പോലും സൽക്കരിച്ചു എന്ന് അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്നതായിരിക്കുന്ന വലിയ ഒരു മേഖലയാണ് ഈ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. നമ്മളെ രക്ഷിക്കപ്പെടുത്തി നമ്മളെ ശുദ്ധീകരിച്ച് ദൈവാത്മാവിനെ തന്ന് ദൈവവചനം തന്ന് സഭയിൽ കൊണ്ടാക്കി വെച്ചിട്ട് നമ്മോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവമക്കളായിട്ട് ജീവിക്കണമെന്ന്. അതേക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു. അതൊരു വലിയ മേഖലയാണ്, ചെറിയ മേഖലയല്ല. നമ്മൾ ദൈവമക്കളാണോ കർത്താവിന്റെ മക്കളാണോ എന്ന് ആരും നമ്മളോട് ചോദിച്ചിട്ടില്ല ഇതുവരെ. ചോദിക്കാനിടയാണ്. അങ്ങനെ നമ്മൾ ജീവിക്കും. ചില മനുഷ്യരെ പറ്റി അങ്ങനെ ചിലപ്പോൾ തോന്നും, അയാളൊരു ദൈവമകനായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനൊന്നും ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇത്ര നല്ല വാക്കുകളാണ്, സ്നേഹമുള്ള വാക്കുകളാണ്, കരുണയുള്ള വാക്കുകളാണ്, എന്തോ ഒരു സൽപ്രവൃത്തികളാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്ത്യ ജീവിതം ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കുന്നതാണ് ക്രിസ്ത്യ. ആരോ ദൈവദാസൻ അതേക്കുറിച്ച് പറഞ്ഞത്, ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യത്തിലും എൻ്റെ സ്ഥാനത്ത് ക്രിസ്തു ആയിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന ചോദ്യം ചോദിച്ചിട്ട് കിട്ടുന്ന ഉത്തരം പോലെ പ്രവർത്തിക്കണം. അതാണ് യഥാർത്ഥ ക്രിസ്ത്യ ജീവിതം. എൻ്റെ സ്ഥാനത്ത് ക്രിസ്തു ആയിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്യുമായിരുന്നു? എൻ്റെ നാമത്തിന്റെ ജയം. അതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. അത് ചെറിയ ജീവിതമല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിതമാണ്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ജീവിതമാണ്, കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ജീവിതമാണ്, സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിതമാണ്, സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്ന ജീവിതമാണ്. ഇത് വലിയ ജീവിതമാണ്. അതുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വിധം ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ നമ്മെ ധാരാളം സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.